ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ വേദഭാഗം നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകമാണ്. അതിൻ്റെ വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം. വെളിപ്പാട് 1-ാമത്തെ അധ്യായത്തിൽ 10 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുകയാണ്. എല്ലാവരും ബൈബിൾ എടുക്കുക. അവിടെ ഇല്ലേ? വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ അധ്യായം 10 മുതൽ 18 വരെ വായിക്കുകയാണ്. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മൊർണ, പെർഗമോസ്, തുയഥേര, സർദീസ്, ഫിലാദൽഫ്യ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ആമേൻ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങ് ഉയർത്തെഴുന്നതിന് ശേഷം പരിശുദ്ധാത്മാവിനെ അയച്ച് അപ്പോസ്തലന്മാർ ശുശ്രൂഷ ചെയ്ത് ഏകദേശം AD 95 അങ്ങ് ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന യോഹന്നാൻ, അവൻ മാറോട് ചേർന്ന് കിടന്നവനാണ്. എന്നാൽ അവന്റെ വിശ്വാസത്തിന്റെ തീക്ഷ്ണത കണ്ടിട്ട് അന്നത്തെ റോമ ഗവൺമെന്റ് അവനെ കൊല്ലുവാൻ തീരുമാനിച്ചു. പലതരത്തിലും അവനെ പീഡിപ്പിച്ചു, തിളച്ച എണ്ണയിലിട്ട്. എന്നിട്ടും അവന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും കഴിഞ്ഞില്ല. അവനെ കൊല്ലുന്നതിനായി മരണയോഗ്യനായി വിധിച്ചുകൊണ്ട് പത്മോസ് എന്ന ദ്വീപിൽ ഇട്ടു. അവിടെ പാമ്പ്, കഴുതാര, അങ്ങനെ ക്ഷുദ്രജീവികളെല്ലാം ഉള്ള ഒരു സ്ഥലം. ആരാലും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ പോലും കഴിയാത്ത അത്രയേറെ ദുർഘടമായ ആ അവസ്ഥയിലേക്ക് ഒരു ക്രിസ്തു വിശ്വാസിയെ തള്ളി. കരുണയുള്ള കർത്താവെ, ഇന്ന് നമ്മയും അങ്ങനെ തന്നെ ആകുന്നു. കർത്താവിന്റെ നാമം നിമിത്തം പഴി ദൂഷിയിൽ നിന്ന് ആ പരിഹാസമുണ്ട്. ആ യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടതും ആ മരണത്തിലേക്ക് എടുത്തു തള്ളിയതും പഴയ നിയമത്തിൽ പറഞ്ഞിരുന്ന യഹോവയായ കർത്താവിനാണ് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നത്. എന്നാൽ കർത്താവെ, ആ യഹോവയിൽ വിശ്വസിച്ചിരുന്ന പൗലോസ് ഒരിക്കൽ അധികാരപത്രം വാങ്ങിക്കൊണ്ട് യേശുക്രിസ്തുവിന് അനുകൂലമായും നിൽക്കുന്നവരെ, അതായത് ദൈവത്തിന് വിരോധമെന്ന് അവൻ നനച്ച് അവരെ കൊല്ലുവാനുള്ള അധികാരപത്രവുമായി പോകുന്ന വഴിയിൽ അവന് ഒരു കർത്താവിനെ അറിയാവൂ, ദൈവമായ കർത്താവ്, അല്ലെങ്കിൽ യഹോവയായ കർത്താവ്. അവൻ പോകുന്ന വഴിയിൽ പഴയ നിയമത്തിൽ അഗ്നിസ്തംഭമായ ദൈവത്തെ അവൻ കണ്ടു. ഒരു വെളിച്ചം മിന്നി. അവൻ ചോദിച്ചു, കർത്താവേ, നീ ആരാകുന്നു? അവൻ ഒരു കർത്താവിനെ അറിയാവൂ. ഒരു ദൈവം വെളിച്ചമാകുന്നു. ആ വെളിച്ചമായ ദൈവം അവനോട് പറയുകയാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു. ആ പഴയ നിയമത്തിലുണ്ടായിരുന്ന അഗ്നിസ്തംഭമായ യഹോവയായ ദൈവം, വെളിച്ചം, ആ ദൈവം തന്നെ പറയുന്നു, എൻ്റെ പേർ യേശു എന്ന്. അവൻ കണ്ണ് കാണാതെ ചിതമ്പൽ ബാധിച്ചു വീണു. കരുണയുള്ള കർത്താവെ, ആ പൗലോസിന് അങ്ങ് മർമ്മമായി പ്രസ്താവിച്ചിരുന്നത് അതിലേറെ യോഹന്നാന് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ അങ്ങ് കൊണ്ട് കാണിച്ചു കൊടുത്തു. കരുണയുള്ള കർത്താവെ, ഇന്ന് ലോകത്ത് ഇതിനെ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം തന്നെയും എന്താണ് ഏതാണെന്ന് അറിയാതിരിക്കുമ്പോൾ ദൈവം അത് അവന് നൽകി. അവൻ അത് കർത്താവായ യേശു ക്രിസ്തു. അവനത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. ആ ദാസന്മാർ ഒരിക്കലും അപ്പോസ്തലന്മാരല്ല, 7 സഭയുടെയും ദൂതന്മാരാകുന്നു. അത് വരുവാനുള്ളത് അവിടെ വ്യക്തമായി പറയുന്നു. മേലാൽ സംഭവിപ്പാനുള്ളത്, അതായത് ഇനി സംഭവിക്കാനുള്ളത്. കരുണയുള്ള കർത്താവെ,
ആ ദാസന്മാരെ കാണിക്കേണ്ടതിന് അത് ദൂതന് നൽകി, ഏതോ ഒരു ദൂതന് നൽകി. ആ ദൂതൻ യോഹന്നാന് പ്രദർശിപ്പിച്ചു. കർത്താവായ യേശുവേ, വരാൻ പോകുന്ന കാലത്ത് അവസാനം വരെയുള്ള കാര്യം യോഹന്നാന് പ്രദർശിപ്പിച്ചത് ഒരു ദൂതനാകുന്നു. അത് സെവൻത് ഏഞ്ചൽ, ഏഴാമത്തെ സഭാകാലത്ത്, ഈ അന്ത്യനാളിൽ ദൈവവചനം തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നവരെ നിന്ന് യഥാർത്ഥ ദൈവസന്തതികൾ, അപ്പോസ്തലന്മാരെ, അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതിനായി ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിലേക്ക് ദൈവത്തിന്റെ വലത് കൈയിലെ ഏഴാമത്തെ ഏഞ്ചൽ വന്ന് അപ്പോസ്തലന്മാരുടെ വിശ്വാസം തെറ്റി നിന്നവരെ യഥാസ്ഥാനത്താക്കുകയായിരുന്നു. കരുണയുള്ള കർത്താവെ, അങ്ങനെ പത്മോസിലായിരുന്ന ആ യോഹന്നാനെ ലോകത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം നിലച്ച ശേഷമുള്ള കാര്യങ്ങളെ കാണിക്കുന്നതിനായി കൊണ്ടുപോയി. അപ്പോൾ അവൻ ആത്മവിവശതയിലായി. കർത്തൃ ദിവസത്തിൽ അവൻ ആത്മവിവശതയിലായി. അതായത് കർത്താവിന്റെ ദിവസം, മനുഷ്യന്റെ ദിവസം കഴിഞ്ഞുപോയി. കരുണയുള്ള കർത്താവെ, അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ ദൈവിക രഹസ്യങ്ങളെ ഞങ്ങൾക്ക് അവിടുന്ന് വിളമ്പിത്തരണമേ. ആത്മാവിൽ ദാഹത്തോടു കൂടി ഇരിക്കുന്നവരോട് അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും ആ ദൈവിക വെളിപ്പാട് പ്രകാരം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിച്ച് ആത്മാവിന്റെ ഫലം കായ്ച്ച് ഫലം ശേഖരിക്കപ്പെടാൻ വരുമ്പോൾ എടുക്കപ്പെടുവാനും പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഒരു മിനിറ്റ്. പ്രൈസ് ലോർഡ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് പത്മോസ് ദ്വീപിലായിരുന്ന യോഹന്നാൻ ആത്മവിവശതയിലായ കാര്യമാണ്. അത് കർത്തൃ ദിവസത്തിലായിരുന്നു. കർത്തൃ ദിവസം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം തീർന്ന ശേഷമാണ് ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മളത് കണ്ടു. കർത്താവും നമ്മിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർജീവമാകണം. ഞാൻ ഏതുമില്ല കർത്താവേ, ഞാൻ ഏതിനും യോഗ്യനല്ല, അങ്ങില്ലെങ്കിൽ ഞാൻ നിർജീവമാണ് എന്ന് കണ്ടുകൊണ്ട് നാം നമ്മെ തന്നെ എളിമയിൽ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് അങ്ങ് എന്നിൽ ഇവിടെ പ്രവർത്തിക്കണമേ എന്ന് ആ താഴ്മയോടെ എളിമയോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ മാത്രമേ കർത്താവ് നമ്മിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഞാൻ എന്ന ഭാവമോ, അല്ലെങ്കിൽ എനിക്കറിയാം, ഞാൻ പഠിച്ചതാണ്, എനിക്ക് ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാത്തിരുന്നത് കൊണ്ടാണ്, പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ് എന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ദൈവം ഉപയോഗിച്ചിട്ടില്ല. അതെല്ലാം ജ്ഞാനികളാണ്. ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തന്റെ മർമ്മം മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി, കർത്തൃ ദിവസം തീർന്ന് മനുഷ്യന്റെ ദിവസം തീർന്ന ശേഷമാണ് കർത്തൃ ദിവസം. ഓക്കെ, നമ്മൾ എടുത്തതിന്റെ ബാക്കി ഭാഗം എടുക്കുകയാണ്. ചിലർ കർത്തൃ ദിവസം എന്നതിന് ശബത്ത് ദിവസം എന്ന് പറയുന്നു. പഴയ നിയമത്തിൽ അത് ശനിയാഴ്ച ദിവസമാണ്. എന്നാൽ ശനിയാഴ്ച ദിവസത്തെ കർത്തൃ ദിവസം അത് ആഴ്ചയുടെ അവസാന ദിവസമാകുന്നു. അതായത് പഴയ നിയമകാലത്ത് ഉള്ള ആചാരപ്രകാരം ഇന്നും ലോകത്ത് അനേകം പേർ ശനിയാഴ്ച സെവൻത് ഡേ മിഷൻ ആരാധിക്കുന്നുണ്ട്. അത് ശബത്ത് ഇന്നും തീർന്നിട്ടില്ല. ദൈവം ശുദ്ധീകരിച്ച ദിവസമാണ്. 6 ദിവസം മനുഷ്യന്റെ പ്രവൃത്തി, 7-ാം ദിവസം സ്വസ്ഥത, ശബത്ത് അന്നാണ് ആചരിക്കേണ്ടത് എന്ന് പറയുന്നവർ ഇതേ ബൈബിൾ തന്നെ കയ്യിൽ വെച്ചിട്ട് അവർ പറയുന്നു. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾക്ക് ശബത്ത് എല്ലാ ദിവസവും ശബത്താണ്. ക്രിസ്തുവിൽ നാം ശബത്ത്, അതായത് ഇടപെടാതെ പ്രാർത്ഥിപ്പേൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പേൻ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലാം. കർത്തൃ ദിവസമാണ് നമ്മുടേത്. ഓക്കെ, അപ്പോ ശബത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആരാധനയ്ക്കായി ഒരു ദിവസം തന്നിരിക്കുന്നു. പഴയ നിയമകാലത്ത് 7 ദിവസം ഉണ്ടായിരുന്നതിൽ 6 ദിവസം മനുഷ്യൻ പ്രവർത്തിച്ചിട്ട് 7-ാമത്തെ ദിവസം ദൈവസന്നിധിയിൽ പോകണം. എന്നാൽ പുതിയ നിയമസഭ വിശ്വാസിക്ക് അത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസമാണ് നാം വിജയ ദിവസം ആഘോഷിക്കുന്നത്. ജയാളിയിൽ ജയാളി, യേശുക്രിസ്തു പാപസംബന്ധമായി നമുക്ക് വേണ്ടി ഒരിക്കലായി എന്നേക്കുമായി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു, എനിക്ക് പകരമായി ജീവനിലേക്ക് കടന്നു. അതിന്റെ ജയോത്സവം കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ട്, കർത്താവിനെ സ്തുതിക്കുന്നതിന് വേണ്ടി നാം 1-ാമത്തെ ദിവസം, ബൈബിൾ പറയുന്നുണ്ട്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവർ കൂടി വന്നു. ഹല്ലേലൂയ. അപ്പോൾ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ശബത്ത് എപ്പോഴാണ്? എല്ലാ ദിവസവും. ഈ ശബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകത്ത് നിന്ന് വേർപെട്ട് ക്രിസ്തുവുമായി ചേർന്നിരിക്കുന്ന ദിവസം. പഴയ നിയമത്തിൽ കൊടുത്ത ഒരു ദിവസം. എന്നാൽ പുതിയ നിയമസഭാ വിശ്വാസിയോ എപ്പോഴും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ദൈവവുമായി ബന്ധപ്പെട്ട് പോകണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ലോകത്തിലുള്ള എന്തിനേക്കാൾ ഉപരിയായി 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ബോധം നമുക്ക് ഉണ്ടായാൽ മാത്രമേ നമ്മൾ അധിക സമയവും ലോകത്തായിരിക്കാതെ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ലോകത്ത് നിന്ന് നമ്മെ കർത്താവ് വിളിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നെന്നുള്ള ബോധം നമുക്കുണ്ടാകും.
യേശു പറയുന്നു, നമ്മൾ ലോകം നമ്മെ സ്നേഹിക്കുമായിരുന്നു, ഇപ്പൊ ലോകം നമ്മെ വെറുക്കുന്നത് കൊണ്ടാ? ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്താക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിൽ ഒരു വീടും ദൈവരാജ്യത്തിൽ പൗരത്വമുണ്ട്. ആമേൻ. അതുകൊണ്ടാണ് ലോകത്തെക്കാൾ ഉപരിയായി നമ്മൾ കർത്താവിനോട് കൂടെ ചേർന്നിരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാ ദിവസവും എന്താണ് ശബ്ബത്ത് തന്നെ. ശബ്ബത്ത് എന്ന് പറയുമ്പോൾ വേർപാട്. നമുക്ക് ലോകത്തു നിന്ന് ഒരു വേർപാട് ക്രിസ്തുവിനോട് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ. യഥാർത്ഥത്തിൽ സംഭവിച്ചത്, യോഹന്നാൻ ആത്മാവിൽ എടുക്കപ്പെട്ടത് കർത്തൃ ദിവസത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. കണ്ടോ, അവൻ നിർജീവമായി, അവന്റെ ബോധം നിർജീവമായി. എന്താണ് ഏതാണ് എന്ന് താൻ കാണുന്നതോ ആ കാണുന്നതിനെ കുറിച്ച് അവൻ ജ്ഞാനം പ്രാപിച്ച് വ്യാഖ്യാനിക്കാനോ ഒന്നിനും കഴിയാത്ത തരത്തിൽ ദൈവം അവനെ ആത്മവിവശതയിലാക്കി. ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയി ആത്മവിവശതയിലാക്കിയിട്ട് വരാൻ പോകുന്ന കാലത്തുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അവനിലൂടെ കാണിക്കുകയാണ്. അത് വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം വായിച്ചറിയാം. മേലാൽ സംഭവിപ്പാനുള്ളത്, വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം അവസാനം പറയുന്നത്. അടുത്തതോ, വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. നമ്മളത് കഴിഞ്ഞ ആഴ്ച 1-ാമത്തെ ഭാഗം എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ 2 കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന്, വേഗത്തിൽ സംഭവിക്കാനുള്ളത്. അതായത് യോഹന്നാൻ ദർശനം കണ്ടിട്ട് ഇന്നേക്ക് എത്ര 2000 വർഷമായി. അന്നു മുതൽ തുടങ്ങുവാനുള്ള കാര്യമല്ല. അന്നു മുതൽ തുടങ്ങാനുള്ള കാര്യങ്ങൾ വേഗം എന്ന് പറയുന്നത് 2000 വർഷം ദൈർഘ്യം ഒരിക്കലും ഇല്ല. അപ്പോൾ അത് എപ്പോഴെന്നാണ് നമ്മൾ പഠിച്ചത്? വെളിപ്പാട് പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് 7-ാം സഭ ഇനി കാലം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന അത്രത്തോളം ദൈർഘ്യം കുറഞ്ഞ ഒരു കാലം. അതായത് കർത്താവായ യേശുക്രിസ്തു തന്റെ ജനത്തെ കൊണ്ടുപോകാൻ വരുന്നതിന് മുൻപായിട്ട് കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടാവും. എന്ത് പ്രത്യക്ഷതയാണ്? വാനപ്രത്യക്ഷത അല്ല, മഹത്വ പ്രത്യക്ഷതയുണ്ട്, വാനപ്രത്യക്ഷതയുണ്ട്. ലോകം ഇതെങ്ങനെ പഠിപ്പിക്കുന്ന അറിയില്ല. മഹത്വ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ തന്റെ ജനത്തിന് വേണ്ടിയിട്ട് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കർത്താവ് വരുന്നതാണ്. വെളിപ്പാട് പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അവൻ മേഘമുടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ള ഒരു ദൂതൻ എന്നാ പറയുന്നത്. പഴയ നിയമത്തിൽ യഹോവയെ മുൾപ്പറപ്പിൽ കണ്ടത് ദൂതൻ എന്ന് പറയുന്നത്, എന്നാൽ അത് യഹോവ എന്ന് നമുക്ക് അറിയാം. ഇവിടെയും വെളിപ്പാട് 10-1 ഇറങ്ങി വരുന്ന ദൂതൻ എന്ന് പറയുന്ന മൈറ്റി ഏഞ്ചൽസ് എന്ന് പറയുന്നത് അത് ആരാണ്? കർത്താവായ യേശു ക്രിസ്തു. പക്ഷെ എവിടെ വരുന്നു? ഭൂമിയിൽ വരുന്നില്ല. അത് മഹത്വപ്രത്യക്ഷ. കർത്താവ് വെളിപ്പാട് 10-1 പറഞ്ഞു, 7-ാം സഭാദൂതന്റെ ശബ്ദത്തിന്റെ നാളിൽ, അത് ഇനി കാലം ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന സമയത്താണ് ബൈബിളിലെ മർമ്മങ്ങൾ മുഴുവൻ തുറക്കുന്നത്. ബൈബിൾ ഞാൻ അവിടെ എടുത്തില്ല, മൊബൈലിൽ നോക്കുന്നുണ്ട്, എടുത്തില്ല. അത് ശ്രദ്ധിച്ചോളണം. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ അവിടെ പറയാണ്. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ കാൽക്കൽ വീണു. അവൻ എന്തുകൊണ്ടാണ് യോഹന്നാൻ ഈ വ്യക്തിയെ കണ്ടിട്ട് മരിച്ചവനെ പോലെ കാൽക്കൽ വീണത്? യോഹന്നാനെ ആത്മവിവശതയിൽ കർത്താവ് ഉയർത്തിക്കൊണ്ടുപോയിട്ട് അവനെ ചില കാഴ്ചകൾ കാണിക്കുകയാണ്. ഇതാരെയാണ് കാണുന്നത്? യേശുക്രിസ്തുവിനെ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് യോഹന്നാൻ കണ്ടതാണ്. 40 ദിവസം യേശു ഭൂമിയിലുണ്ടായിരുന്നു. പക്ഷെ ആത്മവിവശതയിൽ കൊണ്ടുചെന്ന് അവൻ ഈ കർത്താവിനെ കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലെയായി അവന്റെ കാൽക്കൽ ഞാൻ വീണു എന്ന് പറഞ്ഞാൽ, ഇവിടെ മനുഷ്യപുത്രനായി വന്ന ഈ യേശു തന്നെയാണ് അവിടെ ദൈവം എന്ന കർത്താവ്. സിംഹാസനം ഒന്നും സിംഹാസനത്തിൽ ഒരുവനെയാണ് കണ്ടത്. ഇവിടെ ഭൂമിയിൽ നിൽക്കുമ്പോൾ യേശു ഇവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ശരിയാ. അപ്പോൾ നമുക്ക് തോന്നും 2 എന്നാൽ അവൻ ദൈവ സ്വരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള മഹത്വം, സമത്വം മുറുകെ പിടിക്കാതെ വേഷമാണ് ശരീരം. മലാഖി 3:1 പറയുന്നു, അവൻ തന്റെ മന്ദിരത്തിലേക്ക് വരും. അവൻ കന്യകാമറിയത്തിൽ നിന്ന് ഒരു ശരീരമാണ് എടുത്തത്. ആ ശരീരത്തിലേക്ക് വന്നത് യോഹന്നാൻ 8:58 പറയുന്ന പ്രകാരം, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. അപ്പൊ അബ്രഹാമിന് മുമ്പേ ഉണ്ടായിരുന്ന ആത്മാവായ യേശുക്രിസ്തു എന്തിനാണ് ഭൂമിയിൽ വന്നത്? മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ടാണ് വന്നത്. ആരാണ് മക്കൾ? ആവർത്തന പുസ്തകം 7-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നോക്കിയാൽ, ഇസ്രായേലെ കേൾക്ക, യഹോവ പറയാണ്, ഇസ്രായേലെ കേൾക്ക, ഞാൻ നിന്നെ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും, കിട്ടിയോ? 7:6 ആവർത്തന പുസ്തകം.
അതൊന്ന് ആ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം, ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നിന്റെ ദൈവമായ യഹോവ. അപ്പൊ ഇത് ആരാണ് തിരഞ്ഞെടുത്തത്? ദൈവമായ യഹോവ. ദൈവമായ യഹോവ ആരെ തിരഞ്ഞെടുത്തു? ഇസ്രായേൽ ജനത്തെ ഭൂമിയിലുള്ള മറ്റെല്ലാ വംശങ്ങളിൽ നിന്നും എല്ലാ ഗോത്രത്തിൽ നിന്നും തന്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തത് യഹോവയാണ്. ഈ യഹോവയാണ് ആമോസിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ വചനം പ്രമാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ എനിക്ക് മക്കളായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. യിരെമ്യാ പ്രവാചകൻ 28 പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ഭർത്താവായിരിക്കും. അപ്പൊ യഹോവയായ ദൈവം പറയുകയാണ് ഇസ്രായേൽ ജനത്തോട്, തെരഞ്ഞെടുത്ത് ഈ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഭർത്താവായിരിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, ഞാൻ നിങ്ങൾക്ക് സ്വന്തം ജനമായിരിക്കും. കാര്യം ഞാൻ നിങ്ങൾ സ്വന്തം ജനം തെരഞ്ഞെടുത്തു. അപ്പോൾ ഈ ഇസ്രായേൽ ജനം മക്കൾ എന്ന് പറയണമെങ്കിൽ, മക്കൾ എന്ന് പറയുമ്പോൾ പിതാവ്, അവിടെ അമ്മയില്ല, മാമനും കൊച്ചിച്ചനും അങ്ങനെയൊന്നുമില്ല. യഹോവയായ ദൈവം തന്നെ പിതാവ് എന്ന് പറയുന്നു. ആവർത്തന പുസ്തകത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ പറയും, ഞാൻ നിങ്ങൾക്ക് ദൈവവും പിതാവുമായിരിക്കും, എന്റെ കൽപ്പനകൾ പ്രമാണിച്ചനുസരിച്ച് നിൽക്കുന്നു എങ്കിൽ. അപ്പോൾ ആ പിതാവായ ദൈവം മോശയിലൂടെയും നോഹയിലൂടെയും അബ്രഹാമിലൂടെയും യെശയ്യാപ്രവാചകനിലൂടെയും പ്രവാചകന്മാരിലെ രാജാക്കന്മാർ, ന്യായാധിപന്മാർ എല്ലാവരിലൂടെയും വചനം കൊടുത്തപ്പോൾ ആ വചനമെല്ലാം ധിക്കരിച്ച് കളഞ്ഞു മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനത്തെ ഇനി വഴി നടത്താൻ ആരുമില്ല എന്ന് മനസ്സിലായ കർത്താവായ ദൈവം അവൻ തെരഞ്ഞെടുത്ത സ്വന്തമായ ജനത്തിന് അവരാരാണ്? മക്കൾ. അപ്പൊ അതാണ് എബ്രായർ എന്ന് പറഞ്ഞ മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് മാമനല്ല വന്നത്, കൊച്ചച്ഛനല്ല, ഇളയച്ഛനൊന്നും അല്ല. അവൻ ആര്? പിതാവ്. അതാര്? യഹോവയായ ദൈവം. മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളായി. ഇതാണ് മലാഖി 3:1. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇതാ തന്റെ മന്ദിരത്തിലേക്ക് വരുന്നു. മന്ദിരമാണ് ശരീരം. അപ്പൊ യഹോവയായ ദൈവം ആത്മാവാണ്. ആത്മാവായി ദൈവം എന്ന പൊസിഷനിൽ നിന്ന് ദൈവം എന്ന ആ പൊസിഷനിൽ ഇരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ആ വേഷമാകുന്നു ശരീരം. അതാണ് ദൈവത്തിന്റെ മന്ദിരം. വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ സ്വരൂപത്തിലും സാദൃശ്യത്തിലും വന്നു. എന്തിന്? തന്റെ മക്കൾ, താൻ സ്വന്തമെന്ന് തെരഞ്ഞെടുത്ത തന്റെ മക്കൾ തെറ്റിപ്പോയപ്പോൾ അവരെ ഇനി ആരും വഴി നടത്താനില്ല, അല്ലെ? പ്രവാചകന്മാരെ അയച്ചു, രാജാക്കന്മാരെ, ന്യായാധിപന്മാരെ, മോശ, പ്രവാചകൻ, ഇങ്ങനെ എല്ലാവരെയും അയച്ചിട്ടും അവരെല്ലാം അവരെ തള്ളിക്കളഞ്ഞ് കല്ലെറിഞ്ഞു കൊന്നു. അപ്പൊ ദൈവം തന്നെ മനുഷ്യ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മക്കൾ ആയതുകൊണ്ട് പഴയ നിയമ ബൈബിൾ വായിച്ച ഒരു സ്ഥലത്തും ഈ ഇസ്രായേൽ ജനത്തെ മക്കളെന്ന് അവകാശപ്പെടുന്ന വേറെ ഒരു വ്യക്തിയില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യിരെമ്യാവിലൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് മക്കൾ എന്ന് പറയുന്നില്ല. യഹോവയായ ദൈവം, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എന്റെ ജനവും എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ മക്കളുമായിരിക്കും. അപ്പൊ പിതാവായ ദൈവം ആത്മസ്വരൂപത്തിൽ ഇരിക്കെ ജഡശരീരത്തിൽ മക്കളുടെ ഇടയിലേക്ക് വന്നു. അപ്പൊ ഇത് ശരിയാണെങ്കിൽ അടുത്ത് വരുമ്പോൾ ഈ യഹോവയായ ദൈവമാണ് വന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ ആവർത്തന പുസ്തകം 7:6 കണ്ട്, ഇസ്രായേലെ കേൾക്കാൻ, നിന്നെ ഭൂതലത്തിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ തന്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ സ്വന്തമായവൻ വന്നെങ്കിൽ എന്തു പറയണം? യോഹന്നാൻ സുവിശേഷം 1:11 നടക്കും. സുവിശേഷം പത്ത് മുതല്. അവൻ, യോഹന്നാൻ സുവിശേഷം 1-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിക്കണം സിസ്റ്റർ. എടുത്തോ? വായിച്ചോളൂ. ഓ, യോഹന്നാന്റെ സുവിശേഷം, മറ്റേ വലിയ ബൈബിൾ എടുത്ത് കൊടുക്ക്, വലിയ അക്ഷരമുള്ള അവിടെ ഇരിക്കണം, അവിടെ കട്ടിലിരിക്കണേ. യോഹന്നാൻ സുവിശേഷം, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 1 യോഹന്നാൻ 2 യോഹന്നാൻ അല്ല, യോഹന്നാൻ സുവിശേഷം. ആ വലിയ ബൈബിൾ ഇതല്ല, ഏറ്റവും വലിയ ബൈബിൾ എടുക്ക്. പുതിയതായിട്ട് ഒരു ഫാമിലി വന്നു, അതുകൊണ്ടാണ് അവർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെയിറ്റ് ചെയ്യുക, കുഴപ്പമില്ല. നമ്മുടെ സഭയിലുള്ള അംഗങ്ങൾ അവർ വരിക്കില്ലേ ആരെടുത്താണ് ഇത് എങ്ങനെയൊക്കെ. സുവിശേഷം 1-ാമത്തെ അധ്യായം 10-11 വാക്യം ഒന്ന് വായിക്കുക. ആ ആ ആ 11 നോക്കിക്കോളൂ. ആ, അവൻ സ്വന്തത്തിലേക്ക് വന്നു. ആ ആ
ആമേൻ. അപ്പോൾ അവൻ സ്വന്തത്തിലേക്ക് വന്നു. ഈ ഇസ്രായേൽ ജനത്തെ സ്വന്തമെന്ന് തെരഞ്ഞെടുത്തത് യഹോവയായ ദൈവം. ആ ദൈവം തെരഞ്ഞെടുത്ത് നിന്നെ ഇസ്രായേലെ കേൾക്കാം, നിന്നെ ഭൂതലത്തിൽ സകല വംശങ്ങൾ തന്റെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ സ്വന്തമായവൻ ആര്? യഹോവയായ ദൈവം. ആരെ തെരഞ്ഞെടുത്തു? ഇസ്രായേൽ മക്കളെ. അപ്പൊ യഹോവയായ ദൈവം വഴി നടത്തിയിട്ട് പലരെയും ഉപയോഗിച്ച് വഴി നടത്തിയിട്ടും അവർ തെറ്റിപ്പോയപ്പോ സ്വന്തം മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടി ആയി വന്നവനാര്? സ്വന്തമായവൻ. രണ്ടാമത്തവനെന്നല്ല, വേറൊരുവനെന്നല്ല, സ്വന്തമായവൻ യഹോവയായ ദൈവം, ആത്മാവായ ദൈവം മനുഷ്യ ശരീരത്തിൽ അവൻ സ്വന്തത്തിലേക്ക് 11 അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഇസ്രായേൽ ജനം ആരുടെ സ്വന്തം? യഹോവയായ ദൈവത്തിന്റെ സ്വന്തം. അങ്ങനെയെങ്കിൽ സ്വന്തമായി തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം എന്ന മക്കളുടെ അടുക്കലേക്ക് ആര് വന്നു? പിതാവ്. അവനാണ് സ്വന്തമായവൻ. അവൻ അവരുടെ ഇടയിലേക്ക് വന്നു, അവരവനെ കൈക്കൊണ്ടില്ല. അപ്പൊ അങ്ങനെ കൈക്കൊള്ളാതിരുന്നപ്പോൾ എന്ത് വിചാരിച്ചു? നമ്മൾ ഈ പറഞ്ഞത് അവൻ വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സ്വരൂപത്തിലെ മനുഷ്യ സാദൃശ്യത്തിലായി. മലാഖി 3:1 അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതനും കർത്താവുമായവൻ ഇതാ തന്റെ മന്ദിരത്തിലേക്ക് പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരുന്നു. മലാഖി 3:1. ശ്രദ്ധിക്കുക, എനിക്ക് മുമ്പായി പറയുന്നത് യഹോവ ദൈവമാണ്. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. ആ ആ പെട്ടെന്ന് തന്റെ മന്ദിരം. ഇവിടെ ഈ വാക്ക് പഴയ നിയമത്തിലെ ജനമെല്ലാം എന്താ ഉദ്ദേശിച്ചത്? മന്ദിരം എന്ന്. അന്ന് അവർക്ക് മന്ദിരം ഏതാണ്? യെരുശലേം ദേവാലയം. അപ്പൊ മശിഹ വരുന്ന കാര്യം, അല്ലെങ്കിൽ കർത്താവ് ഇവിടെ രക്ഷിതാവായി ഒരുവൻ വന്നാൽ എവിടെ വരും? മന്ദിരത്തിൽ വരും. അവരെല്ലാം യെരുശലേം ദേവാലയം നോക്കിയിരുന്നു. പക്ഷെ മന്ദിരം എന്താണ്? ദൈവത്തിന്റെ ശരീരം. എന്തിനെടുത്തു? മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട് അവനും ജഡരക്തമാകണം. എന്തിനാണ് ഈ ജഡവും രക്തവും എടുത്തത്? ആത്മാവായ ദൈവത്തിന് ആത്മാവായി വന്നു വേണമെങ്കിൽ അവരെ അദൃശ്യനായ ദൈവത്തിന് ദൃശ്യമാക്കി കാണിച്ചു കൊടുക്കാമായിരുന്നു. അപ്പൊ ദൈവം ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഒരു നിഗൂഢ ഉദ്ദേശമാണ്, നിഗൂഢ രഹസ്യമുണ്ട്. ഈ നിഗൂഢ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത് പരിശുദ്ധാത്മാവ്. ജഡവും രക്തവും എടുക്കാൻ കാര്യം മക്കൾ ജഡത്തിലും രക്തത്തിലുമാണ്. എന്നാൽ ആ ജഡരക്തത്തിൽ നിൽക്കുന്ന മക്കളുടെ ഇടയിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ആത്മാവായ ഒരു ആത്മസ്വരൂപം തന്നെ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ? ഇല്ല. എന്തിനു വന്നു? അതിന് ഇപ്പൊ സമയമില്ലെങ്കിൽ പറയാം, ഉൽപ്പത്തിയിൽ പോണം. ദൈവം സൃഷ്ടിച്ച ജനം വീണുപോയത് ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ ജഡത്തിന്റെ ഒരു പ്രവൃത്തി ചെയ്തു. ദൈവം അരുത് എന്ന് പറയുന്ന കാര്യം അവിടെ ചെയ്തു. പ്രവൃത്തി പിന്നെ തേടുക. അവിടെ ചെയ്തപ്പോൾ ദൈവം മരിക്കുമെന്ന് പറഞ്ഞത് അവിടെ ഒരു മരണം സംഭവിച്ചു. എന്തു മരണം സംഭവിച്ചു? ആത്മീക മരണം. പക്ഷെ ആദാമിനും ഹൗവയ്ക്കും ജീവൻ ഉണ്ടായിരുന്നു. ലോകപ്രകാരം നോക്കിയാൽ മരിച്ചിട്ടില്ല. ലോകപ്രകാരം മരിച്ചില്ല എങ്കിൽ ദൈവം പറഞ്ഞത് നുണയെന്ന് വരും. ദൈവം പറഞ്ഞത് വള്ളി പുള്ളി മാറ്റം വരില്ല, മരണം സംഭവിച്ചു. അപ്പൊ എന്താണ് മരണം? അത് ഉൽപ്പത്തി 1:26 നോക്കിയാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്തെ പറയുന്നു, നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, കണ്ട, നാം എന്നും നമ്മുടെ എന്നും പറയുമ്പോൾ അവിടെ ഒന്നിലധികം വ്യക്തികളില്ലേ എന്ന് തോന്നും. അങ്ങനെയെങ്കിൽ ദൈവം പറഞ്ഞ പ്രകാരമെങ്കിൽ 3 വ്യക്തികളെ സൃഷ്ടിക്കണമായിരുന്നു. നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. പക്ഷെ അവിടെ സൃഷ്ടിച്ചപ്പോൾ ആദാമിനെ സൃഷ്ടിച്ചു. ആദാം എന്താണ്? ആത്മാവാണ് ആദാം. നമ്മളിപ്പോ കാണുന്ന രവി ബ്രദറിനെ നമ്മൾ ആരും കണ്ടതായിരിക്കുന്ന ബ്രദറിനെ ഈ ഭൂമിയിൽ ഇന്ന് വരെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. പിന്നെ എന്ത് കണ്ടു? രവി ബ്രദറിന്റെ ബോഡിയാണ് കണ്ടത്. ഇപ്പൊ നമ്മുടെ ദേശത്ത് ഒരു വേലപ്പൻ എന്നൊരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പറയും, വേലപ്പന്റെ ബോഡി കൊണ്ടുവന്നോ എന്ന് ചോദിക്കും. വേലപ്പനോടെ പോയി. വേലപ്പൻ അകത്തെ മനുഷ്യൻ. ഇതാണ് പൗലോസ് പഠിപ്പിക്കുന്ന, എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് എന്റെ പുറമേയുള്ള മനുഷ്യൻ നിർജീവമാകണം. അപ്പൊ അകത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് റിയൽ മാൻ. ആ മനുഷ്യന്റെ മൺകൂടാരമാണ് ഈ ശരീരം. അപ്പൊ ആദാം എന്ന ആത്മാവ് ആദ്യമേ ഉണ്ട്, ദൈവത്തിലുണ്ട്, സ്വർഗത്തിലുണ്ട്. ആ ആത്മാവായ വ്യക്തിക്ക് വേണ്ടിയിട്ട് ദൈവം ഭൂമിയിൽ നിന്ന്, പൊടിയിൽ നിന്ന് ഒരു ശരീരം ഉളവാക്കുകയാണ്. ആ ശരീരത്തെ സൃഷ്ടിച്ചു. നോക്കൂ, നാം നമ്മുടെ സ്വരൂപത്തിലും എന്ന് പറഞ്ഞാൽ ആദാമിന് അവിടെ 3 പേരുണ്ടെങ്കിൽ 3 വ്യക്തികൾ ഉണ്ടാക്കണം. ഇല്ല. അപ്പം ശരീരത്തെ ദൈവം ഉളവാക്കി. ആ ശരീരത്തിലേക്ക് ആദാം എന്ന മനുഷ്യനെ വെച്ചു. എന്നിട്ട് മൂക്കിൽ എന്തൂതി? ജീവശ്വാസം. എന്താണ് ജീവശ്വാസം? ആത്മാവാണ് വ്യക്തി. ഈ ആത്മാവിലേക്ക് ദൈവം പകർന്ന ജീവനാണ് നിത്യജീവൻ.
ഈ നിത്യജീവൻ എന്ന് പറഞ്ഞത് ദൈവത്തിൽ നിന്ന് വരുന്നത്. ആത്മാവും നിത്യജീവൻ പ്രാണനും കൂടെ ചേർന്നതാണ് ഒരു മനുഷ്യൻ, ഇന്നർ മാൻ. യഥാർത്ഥ ഇന്നർ മാൻ എന്ന് പറയുന്നത് പ്രാണനും ആത്മാവും ചേർന്ന ഒരു വ്യക്തി. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് പൊടിയിൽ നിന്ന് ഒരു ശരീരം എടുത്തത്. ആ ശരീരത്തിലേക്കാണ് ആദാമിനെ വെച്ചത്. അപ്പോൾ നിങ്ങൾ ഇത് ഭക്ഷിക്കരുത്, തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ എത്ര ഘടകമുണ്ട് ഒരു മനുഷ്യനില്? ശരീരമുണ്ട്. ദേഹി എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. ബൈബിൾ പറയുന്നത് ദേഹം, ദേഹി, ആത്മാവ്. ദേഹി എന്ന ശരിയായ പദമല്ല, ബുദ്ധി എന്നൊക്കെ പറയുന്നതല്ല. ശരിയായ വാക്ക് ദേഹം, ആത്മാവ്, പ്രാണൻ. ഇതാണ് ശരി. ആത്മാവിൽ ആണ് പ്രാണൻ, നിത്യജീവൻ. ഈ നിത്യജീവനോട് കൂടിയ ഈ അകത്തെ മനുഷ്യന് ഒരു മൺകൂടാരമാണ് ശരീരം, നമ്മളുടെ ബോഡി. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്, ആത്മാവിൽ ഒരു പ്രാണനുണ്ട്. അപ്പൊ ആദാമിന് ഇങ്ങനെ 3 ഘടകങ്ങൾ, അതാണ് നാം നമ്മുടെ സ്വരൂപത്തിൽ ഒരു മനുഷ്യനിൽ 3 ഘടകമുണ്ട്. അപ്പൊ അങ്ങനെ സൃഷ്ടിച്ചതിൽ ദൈവം മരിക്കുമെന്ന് പറഞ്ഞ ഒരു മരണം അവിടെ സംഭവിച്ചത് എന്താണ്? അരുത് എന്ന് പറഞ്ഞ ആ ഫലം ഭക്ഷിച്ച നാളിൽ അവിടെ ആത്മാവിൽ നിന്ന് ഈ പ്രാണൻ വിട്ടുപോയി, നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയി. അതെവിടെ പോയി? ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ ആദാം എങ്ങനെയുള്ള വ്യക്തിയാ? വെറും നിത്യജീവൻ ഇല്ലാത്ത, പ്രാണനില്ലാത്ത, ആത്മാവും ശരീരവും ഉള്ള ഒരു വ്യക്തി. അതാണ് ഭൂമിയിൽ നിന്ന് ജനിക്കുന്ന സകല മനുഷ്യരും. അപ്പൊ ആ നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ തിരികെ പിടിക്കുന്നതിനാണ് കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വന്നത്. ജഡത്തിൽ അനുഭവിച്ച ആ ജഡത്തിലാണ് അവർ പാപം ചെയ്തത്, ആത്മാവിലല്ല പാപം ചെയ്തത്. ജഡത്തിൽ പാപം ചെയ്തു. പാപം പിന്നീട് പറയാം. ആ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് ആ പാപം വഹിക്കണം. പാപം വഹിക്കുകയും ശിക്ഷ ഏൽക്കുകയും, അടുത്തോ പാപത്തിന്റെ ശമ്പളം. ഏദൻ തോട്ടത്തിൽ ഒരു തെറ്റ് നടന്നപ്പോൾ അവിടെ ഇടകലർന്നത് രക്തമാണ്. എബ്രായ ലേഖനം 9:22 പറയുന്നു, രക്തം ചിന്തിട്ടല്ലാതെ പാപമോചനമില്ല. രക്തത്തിൽ എങ്ങനെ പാപം ഇടകലർന്നു? അതാണ് നമ്മുടെ സഭ പഠിപ്പിക്കുന്ന വ്യത്യാസം. ലോകത്തെ എല്ലാ സഭകൾ പഠിപ്പിക്കുന്ന വ്യത്യാസം നമ്മുടെ സഭയ്ക്ക് ഉള്ള ഒരു പ്രധാന വ്യത്യാസമാണ്. ഏദൻ തോട്ടത്തിൽ നടന്ന പാപം അതാണ്, രക്തസംബന്ധമായ പാപമാണ് അവിടെ നടന്നത്. അതെന്തെന്ന് പിന്നീട് പറയാം. ബൈബിൾ അങ്ങനെ നിഗൂഢമായി സംസാരിച്ചിരിക്കുന്നു. മറ്റു പല വചനങ്ങളും പരിശോധിക്കുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാകും. ഓക്കെ, അവിടെ ഒരു രക്തങ്ങൾ, സ്ത്രീ പുരുഷ രക്തങ്ങൾ ആദാമിന്റെ അല്ല, ഹൗവയിൽ മറ്റൊരു സംസാരിക്കുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. 3-ാമത്തെ അധ്യായം നോക്കിയാൽ ഒരു സർപ്പന്റ് എന്ന് ബൈബിൾ പറയുന്നു. പാമ്പ് എന്നത് പിന്നീട് ശപിച്ച ശേഷമാണ് ഉരകമായത്. അതിനു മുമ്പേ സംസാരിക്കുന്നതായിരുന്നു, കാലുണ്ടായിരുന്നു. ഉൽപ്പത്തി 3:15 ശേഷമാണ് ദൈവം, ഈ 12 ശേഷമാണ് ദൈവം ശപിക്കുന്നത്. നീ ഉരസുകൊണ്ട് ഗമിച്ച് ഭൂമിയിൽ ഉഴലുന്നവനാവും, പൊടി തിന്നും എന്നൊക്കെ പറയാം. അതിനു മുമ്പ് അവന് കാലുണ്ടായിരുന്നു. അവന് ജന്തു എന്നാണ് പറയുന്നത്. അവൻ സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ അവിടെ ആദാമും ഹൗവയും അല്ലാതെ സകലതിനെ സൃഷ്ടിച്ചു. പക്ഷെ സംസാരിക്കുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അതൊരു മനുഷ്യനെ പോലെ, അതായത് ഇന്നത്തെ മനുഷ്യനോട് ഏറ്റവും സാദൃശ്യമുള്ളതാണ് ചിമ്പാൻസി, മനുഷ്യക്കുരങ്ങ്. കഴിഞ്ഞിട്ട് മനുഷ്യനും ചിമ്പാൻസിക്കും ഇടയിൽ ഒരു ജന്തു ഉണ്ടായിരുന്നു. അതിനെയാണ് ദൈവം ശപിച്ചിട്ട് സർപ്പമായി തീരാൻ പറഞ്ഞത്. ഏത് സർപ്പം? അതിനു മുമ്പേ ദൈവം ഇന്ന് കാണുന്ന സർപ്പത്തെ സൃഷ്ടിച്ചു. അത് ഉൽപ്പത്തി 1-ാമത്തെ അധ്യായം വായിച്ച 4-ാമത്തെ ദിവസം ഉരകങ്ങളെയും കാട്ടുമൃഗങ്ങളെയും ഭൂചര ജന്തുക്കളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചപ്പോൾ ഈ ഉരകവർഗ്ഗങ്ങളെല്ലാം സൃഷ്ടിച്ചു, പാമ്പിനെ എല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു. പക്ഷെ ഉൽപ്പത്തി 1-2 അവരുടെ ഏദൻ തോട്ടം ഉണ്ടാക്കുകയും അവിടെ കൊണ്ടുവന്നാക്കുകയും ഇത് ഭക്ഷിക്കരുതെന്ന് പറയുകയും 3 ഭക്ഷിക്കുകയും പാപം വരികയും ദൈവം പിന്നെ ഈ സർപ്പത്തെ, ജന്തുവിനെ, സംസാരിച്ച ഹൗവയോട് ദൈവം വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് ഉണ്ടെന്ന് പറഞ്ഞു. തോട്ടത്തിന് നടുവിലെ വൃക്ഷഫലം തിന്നരുത്, തൊടുക പോലും അരുത് എന്ന് അവർ ചോദിക്കാൻ ഒരാളുണ്ടായിരുന്നു. ഇവർ പറഞ്ഞത് കേൾക്കാൻ ഒരാളുണ്ടായിരുന്നു. ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ബൈബിൾ അതിനെ ജന്തു എന്ന് പറയുന്നു. അവർ തമ്മിലുള്ള ബന്ധത്തിലൂടെയാണ് അവിടെ രക്തത്തിൽ ഇടകലർന്നത്. കായിൻ അതാണ് സർപ്പസന്തതി എന്ന് യേശു വിളിച്ചത്. ആ സർപ്പം, സർപ്പന്റ് എന്നാണ് മലയാളത്തിലാണ് സർപ്പമെന്ന്. സർപ്പം എന്ന് വെച്ചാൽ രാജവെമ്പാല എന്നാണ്, മഹാസർപ്പം. വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം നോക്കാൻ പഴയ പാമ്പായ സാത്താൻ എന്ന് പറയുന്നുണ്ട്. മഹാസർപ്പം അത് പിശാചിനെ കുറിക്കുന്നതാണ്. ഈ ജന്തുവിനെ ദൈവം ശപിച്ച ശേഷം പിന്നെ അത് മഹാസർപ്പം, ഇന്ന് കാണുന്ന ഇഴയുന്ന നമ്മുടെ നാട്ടിലുള്ള പാമ്പല്ല, അത് മറ്റൊരു മഹാസർപ്പമാണ്. ഓക്കെ, അപ്പൊ ആ ജന്തുവും അതൊരു പുരുഷനായിരുന്നു. ആ ജന്തുവും ഹൗവയുമായുള്ള ബന്ധത്തിലാണ് അവിടെ രക്തം ഇടകലർന്നത്. ആ രക്തത്തിൽ നിന്നാണ് കായീൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ യേശു
പരീശന്മാരെന്ന് പറഞ്ഞ ബൈബിൾ ജ്ഞാനികൾ ശാസ്ത്രിമാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നോക്കൂ, യഹൂദന്മാരെ നോക്കി പറയാണ്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. അവൻ ആദ്യം മുതലേ കള്ളനും കൊലപാതകയും. ആരാണ് ആദ്യത്തെ കൊലപാതകി? നമുക്ക് തോന്നും കായീനെന്ന്, പക്ഷെ കായീനിലേക്ക് പ്രവേശിച്ചത് ആരാ? പിശാച്. അപ്പൊ കായീന്റെ അവനാര്? ആദ്യം നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായം വായിച്ചു നോക്കാം, പിന്നെ വായിച്ചിട്ടുണ്ടാകും. നിങ്ങൾ അവന്റെ പ്രവൃത്തികളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 8:47 പറയുന്നത്, ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങളോ ദൈവസന്തതി അല്ലായകയാൽ കേൾക്കുന്നില്ല. അപ്പം ഭൂമിയിൽ ജനിച്ചത് മുഴുവൻ ദൈവസന്തതി എങ്കിൽ യേശു പറഞ്ഞ നുണയായി പോകും. ഇനി ഉൽപ്പത്തി 3:20 എടുത്ത് വായിച്ചു നോക്കിയാൽ അവിടെ ഹവ്വയോട് പറയാണ്, നീ ഭൂമിയിലെ സകലരുടെയും മാതാവല്ലോ. അവൾ സകലരുടെയും മാതാവ്. ഉൽപ്പത്തി 3:20 ഹവ്വ ജീവനുള്ളവർക്കൊക്കെയും മാതാവല്ലോ. അപ്പൊ ഹവ്വ, അപ്പൊ ഈ കായിനെ പ്രസവിച്ചതാര്? ഹവ്വ തന്നെയാണ്. പക്ഷേ ബൈബിൾ മുഴുവൻ നോക്കിയാൽ പുരുഷന്മാരുടെ കണക്കാക്കുകളുണ്ട്. പുരുഷന്മാരായുള്ളവരെ 5000 പുരുഷന്മാർ, യേശുവിനോട് 5000 പേര് നോക്കി 5000 പുരുഷന്മാരുടെ കാര്യം പറയുന്നുള്ളൂ. കുട്ടികളുടെ കാര്യം പറയുന്നില്ല, കൂടെയുള്ള സ്ത്രീകളുടെ കാര്യം പറയുന്നില്ല. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ എപ്പോഴും ബൈബിളിന് പ്രൊജക്റ്റ് സംസാരിക്കുന്ന പുരുഷന്മാരുടെ കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെയും പറയുന്നത് അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ എങ്ങനെ പറയണമായിരുന്നു? ആദാം ജീവനുള്ളവർക്കൊക്കെയും പിതാവല്ലോ എന്ന് പറയണം. അങ്ങനെ പറയാത്ത ദൈവം എന്തുകൊണ്ട് പറഞ്ഞില്ല? കായീന്റെ പിതാവ് ആദാം അല്ല. അവിടെ സംസാരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലാണ് കായീൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, കർത്താവ് അവിടെ പറയുന്നുണ്ട് ഉൽപ്പത്തി 3:15 യഹോവയായ ദൈവം സർപ്പത്തോട്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അങ്ങനെ പറഞ്ഞു താഴോട്ട് വരുമ്പോഴത്തേക്ക് പറയാണ്, ഹവ്വയോട് പറയാണ്, എന്റെ ബൈബിളോട് കൊണ്ടുവച്ചാ അത് എടുത്ത് അതിൽ കുറച്ച് അട വിളിച്ചിട്ടുണ്ട്. അവിടെ പറയാണ്, ഹവ്വയോട് പറയാണ്, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. ആദാമും ഹവ്വയും മാത്രം ജീവിച്ചിരിക്കുമ്പോൾ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ? അപ്പൊ ഹവ്വയുടെ ആഗ്രഹം മറ്റൊരു ആളോടായി. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. ഉൽപ്പത്തി 3:15 വായിക്കും. ഞാൻ നിനക്കും ഒന്ന്, ഞാൻ എന്ന് പറയുമ്പോൾ ഒന്ന്, അത് യഹോവയായ ദൈവം. നിനക്ക് എന്ന് പറയുമ്പോൾ സർപ്പന്ത്. സ്ത്രീ എന്ന് പറയുമ്പോൾ ഈ ഹവ്വ. നിന്റെ സന്തതിക്കും, അതായത് പാമ്പ് സർപ്പത്തിന്റെ സന്തതിക്കും. അടുത്ത് അവളുടെ, അത് സ്ത്രീയുടെ സന്തതിക്കും. ഇത് പിന്നത്തെ വെളിപ്പാട് നമുക്ക് നോക്കി, ആരാണ് സ്ത്രീയുടെ സന്തതി? യേശുക്രിസ്തു. എന്തിനാണ്? ഈ സ്ത്രീയിലൂടെ ജനിച്ച സകല മനുഷ്യരുടെയും പാപങ്ങളെ മോചിക്കുന്നതിന്. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം നോക്കിയാൽ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ നിന്ന് ജനിച്ചവനായി യേശുക്രിസ്തു വന്നത്. ന്യായപ്രമാണത്തിന് കീഴിൽ, ന്യായപ്രമാണം അറിയാലോ, നമ്മളിപ്പോ ഇവിടെ നമ്മൾ കളിച്ച് തിരിച്ച് നടക്കുകയാണ്, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, എല്ലാവരും അവിടെ പോയി കളിക്കുന്നുവെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഒരു വേലി കെട്ടിയിട്ട് പറയാണ്, ഇതുവഴി കടക്കുന്നത് ഇനി ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനി അതിനകത്ത് കടക്കുന്നത് മുമ്പാണ് ശിക്ഷ. നേരത്തെ ആണെങ്കിലോ വേലിയില്ല, കടക്കരുതെന്ന് പറഞ്ഞില്ല. അതുപോലെ ന്യായപ്രമാണം എന്ന് പറയുന്നത് പാപങ്ങളെ കുറിച്ചുള്ള ബോധം വരുത്തുകയാണ്. ഇന്നത് പാപം, ഇന്നത് പാപം, ഇന്നത് പാപം എന്ന് ബോധം കൊടുക്കുകയാണ്. അതായത് ന്യായപ്രമാണം കൊടുത്തു തന്നെയും പാപബോധം വരുവാൻ. അപ്പോൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങുവാൻ സ്ത്രീയുടെ സന്തതിയായി യേശുക്രിസ്തു പിന്നത്തേതിൽ വന്നു. പക്ഷെ ഇവിടെയോ, ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ഓക്കെ, അടുത്ത് 16 സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും വർദ്ധിപ്പിക്കും. പഴയ നിയമത്തിലെ നിയമം എങ്ങനെയാണ്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. കണ്ണുകൊണ്ട് തെറ്റിയതാ കണ്ണ് ചൂന്നെടുക്കും, പല്ലുകൊണ്ടെങ്കിൽ പല്ല്, കൈയാണെങ്കിൽ കൈ മുറിച്ച് കളയും. അങ്ങനെയെങ്കിൽ വാ കൊണ്ട് ഭക്ഷിച്ചതിന് എന്തിനാണ് ഗർഭധാരണം വർദ്ധിപ്പിച്ചത്? ദൈവം ഒരു ശിക്ഷ കൊടുക്കും. ദൈവത്തിന്റെ എബ്രായ ലേഖനം 13:8 വായിച്ചാൽ യേശുക്രിസ്തു ഇന്നലെ ഇന്ന് നിന്നേ കനിന്. അതായത് ദൈവത്തിന്റെ രീതികൾക്ക് മാറ്റമില്ല. അങ്ങനെയെങ്കിൽ അവിടെ വാ കൊണ്ട് ഭക്ഷിച്ചതാണ് തെറ്റ് എങ്കിൽ ഇവിടെ എങ്ങനെ സ്ത്രീയോട്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും വർദ്ധിപ്പിക്കും, നീ വേദനയോടെ, ഇതാണ് ശിക്ഷ, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. അടുത്ത് നോക്കൂ, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അപ്പോൾ അവളുടെ ആഗ്രഹം ഈ ആദാമിനോടല്ലാതെ മറ്റൊരാളോടും ആയി. അടുത്ത് പറയും നോക്ക്, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട്
നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ വൃക്ഷഫലം എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ എടുക്കാം. നമ്മൾ ഇത് എടുക്കാൻ ഉദ്ദേശിച്ചതല്ല, നിങ്ങൾ പുതിയതായിട്ട് ഇരുന്നുകൊണ്ടാണ് അത് പറഞ്ഞുതരാം. ഓക്കെ, ഇനി 20 നോക്കൂ. അപ്പോ 20 പറയാണ്, അവൾ മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. മാതാവാകും എന്നല്ല, ദൈവത്തിന് കാലം ടെൻസ് പഠിപ്പിക്കണ്ട. മാതാവല്ലോ പ്രസന്റ് ടെൻസാ. സംസാരിക്കുന്ന സമയത്ത് അവൾ മാതാവാണ്. ഇനി ഇതേപോലത്തെ ഒരു കാര്യം ഇതിന്റെ മത്തായി ഉൽപ്പത്തി 16:11 എടുക്കും. ഇതിന്റെ ഇണവചനം ഒരെണ്ണമുണ്ട്. ഉൽപ്പത്തി 16:11. ഹാഗാർ അബ്രഹാം മുഖാന്തരം ഗർഭിണിയായ സമയത്ത് കുഞ്ഞിനെയും കൊണ്ട് ഉപേക്ഷിച്ച് മരിക്കാനിരുന്നപ്പോ അവിടെ 16:11 നോക്കൂ, നീ ഗർഭിണി അല്ലോ. അത് മതി. അതായത് നീ ഇപ്പം സംസാരിക്കുന്ന സമയത്ത് ഗർഭിണിയാണ്. ആ അബ്രഹാമിനോടെ കഴിഞ്ഞിട്ട് ഗർഭിണിയായി അവൾ കുഞ്ഞിനെ കൊണ്ട് ഉപേക്ഷിക്കുന്നതിന് വേണ്ടി മരിക്കുന്നതിന് വേണ്ടി പോയത്. അപ്പൊ യഹോവ പറയണം, നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും. ഇവിടെ നോക്കൂ, ഉൽപ്പത്തി 3:20. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. മാതാവാകുമെന്നല്ല. അപ്പോൾ ആ സമയത്ത് അവളുടെ ഉദരത്തിൽ ഒരു ജനനം സംഭവിച്ചു. പക്ഷേ ആദാവുമായി പരിഹരിക്കുന്നത് ഉൽപ്പത്തി 4-ലാണ്. ഉൽപ്പത്തി 4 നോക്കുക. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു. അപ്പൊ 4-ൽ പരിഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ പറയാണ്, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. നീ മാതാവല്ലോ, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എങ്ങനെയാണ്? 2 രക്തങ്ങൾ തമ്മിൽ ഇടകലർന്ന്. അപ്പൊ ഈ ഇടകലർന്ന രക്തത്തെ ചീന്തിക്കളയുന്നതായിരുന്നു പാപപരിഹാര മാർഗം. ഇതാണ് കായീൻ ഇവിടെ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ലോകം വിചാരിക്കുന്നത് ഏതോ വൃക്ഷഫലം തിന്നതുകൊണ്ട് ദൈവത്തിന് ഒരു പാപയാഗം അർപ്പിക്കുമ്പോൾ ഫലവൃക്ഷം കൊണ്ട് കൊടുത്താൽ മതി എന്ന് വിചാരിച്ചുകൊണ്ട് കായീൻ തന്റെ കൃഷിയിൽ നിന്ന് എല്ലാ ഫലങ്ങളും കൊണ്ടുവന്നു. പക്ഷേ ഈ വൃക്ഷഫലം എന്താണ് ഫലം എന്നത് ഗലാത്യർ ലേഖനം 5:19-21 വായിച്ചാൽ അറിയാം. ആത്മാവിന്റെ ഫലങ്ങളും പിശാചിന്റെ ഫലങ്ങളും. പിശാചിന്റെ ഫലങ്ങൾ എന്താണ്? ഒരു സ്വഭാവമാണ്, അനുസരണക്കേടാണ്. അപ്പൊ ഇവിടെ ഫലം ഭക്ഷിച്ച് തിന്നുന്ന നാളിൽ എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞ വചനത്തിന് വിരുദ്ധമായി ചെയ്ത പ്രവൃത്തി, അതിലൂടെ രക്തങ്ങൾ തമ്മിൽ ഇടകലരാൻ പാടില്ലാത്തതായ രക്തങ്ങൾ തമ്മിൽ ഇടകലർന്നത് കൊണ്ടാണ് ഹാബേലും കായീനും അവിടെ യാഗം അർപ്പിച്ചപ്പോൾ ഹാബേൽ ഉൽപ്പത്തി 5 പറയുന്നുണ്ട്. അതുപോലെ ലൂക്കോസ് 3:31 പറയുന്നത് ആദാം ദൈവത്തിന്റെ മകൻ. കായീനെ ഒരിക്കലും ആദാമിന്റെ വംശപരമ്പരയിൽ ചേർത്തില്ല. ഉൽപ്പത്തി 5:1 നോക്കൂ. ആദാമിന്റെ വംശപാരമ്പര്യമാവിത് എന്ന് പറഞ്ഞു തുടങ്ങി 18ാമത്തെ വാക്യം വരുമ്പോ ഹാനോക്ക്. ഈ ഹാനോക്ക് വരെ 7 പേരാണ്. ഈ 7 മക്കൾ ഹാനോക്കിന്റെ ആദ്യ തലമുറയിൽ ജനിച്ചിട്ടും കായീൻ ജീവിച്ചിരിക്കുന്നു. അവന്റെ പേര് ഇവിടെ ചേർത്തിട്ടില്ല. എപ്പോഴും ഇണവചനം ഉണ്ടായിരിക്കും. ബൈബിളിൽ പരിശോധിച്ചാൽ യഹോവയുടെ പുസ്തകത്തിൽ ഒന്നിന് ഇണവചനം ഇല്ലാതിരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ യൂദയുടെ ലേഖനം ഒന്നേ ഉള്ളൂ. അതിന്റെ 14ാമത്തെ വാക്യം നോക്കിയാൽ അവിടെയുണ്ട് ആദാം മുതൽ 7ാമനായ ഹാനോക്ക് വരെ. ഉൽപ്പത്തിയിൽ കൃത്യം നോക്കിയാൽ 18ാമത്തെ വാക്യത്തിൽ ഹാനോക്ക് 7ാമനായി കിടക്കുമ്പോൾ യൂദയുടെ ലേഖനത്തില് 1ാമത്തെ ഒരു അധ്യായമുള്ളൂ. അവിടെ 14ാമത്തെ വാക്യത്തിൽ യഹോവ ദൈവം പുതിയ നിയമസഭയിൽ പറയാണ് ആദാം മുതൽ 7ാമനായ ഹാനോക്ക് വരെ. അപ്പൊ ആദാമിന്റെ മകനാണ് കായീൻ എങ്കിൽ ഇവിടെ കായീന്റെ പേർ ദൈവം ചേർത്താൽ പുതിയ നിയമത്തിൽ പറഞ്ഞത് തെറ്റിപ്പോവും. ആദാം മുതൽ 7ാമനായ ഹാനോക്ക് വരെ തെറ്റിപ്പോയി 8ാമനാകും. ദൈവത്തെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് തന്നെ 7ാമൻ തന്നെ. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി 4:16 നോക്കുക. ഉൽപ്പത്തി 4:16 കായീനെ ഒരു പിതാവായി കണ്ടുകൊണ്ട് ഒരു വംശപരമ്പര അവിടെ പ്രത്യേകിച്ച് തുടങ്ങുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ പലരും പറയുന്നത് അത് കായീനെ ഉൽപ്പത്തി 4 ദൈവം ശപിച്ചില്ലേ, അതുകൊണ്ടാണ് അവനെ വേറെ. അങ്ങനെയെങ്കിൽ നോഹയുടെ മകൻ ഹാം അപ്പന്റെ നഗ്നത കണ്ടതുകൊണ്ട് ശപിച്ചു. ആ ശപിച്ച ഹാമിനെ നോഹയുടെ വംശപാരമ്പര്യത്തിൽ ചേർത്തിട്ടുണ്ട്. ദൈവത്തിന് ഒറ്റ രീതിയുള്ളൂ, ദൈവം ഉപയോഗിക്കുന്നവർക്ക് ഒറ്റ രീതിയുള്ളൂ. അപ്പൊ ശപിക്കപ്പെട്ടവനായാലും ആദാമിന്റെ മകനാണെങ്കിൽ അവൻ മകൻ തന്നെയാണ്. നോഹയുടെ മകൻ ഹാം ശപിക്കപ്പെട്ടവൻ, അപ്പന്റെ നഗ്നത ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിട്ടും 15 അധ്യായം കഴിയുമ്പോഴത്തേക്ക് അവിടെ നോഹയുടെ മക്കളുടെ പേരവിടെ പറയാണ്. ഉൽപ്പത്തി 6 ദൈവം നോഹ 10 ഉൽപ്പത്തി 10
നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വംശ പാരമ്പര്യമാവിത്. കണ്ടോ, നോഹയുടെ മകനെ ശപിച്ചു. എവിടെ? 9:24 നോക്കുക. നോഹ ലഹരി വിട്ട് ഉണർന്നപ്പോൾ തന്റെ ഇളയ മകൻ ചെയ്തത് അറിഞ്ഞ് അപ്പോൾ അവൻ കനാൻ ശപിക്കപ്പെട്ടവൻ. എന്തുകൊണ്ട്? അപ്പന്റെ നഗ്നത കണ്ടതുകൊണ്ട് ശപിക്കപ്പെട്ടു. അപ്പൊ ശപിക്കപ്പെട്ട അവന്റെ വായുന്ന ഓരോ വാക്കും ദൈവത്താലാണ്. അപ്പൊ ശപിക്കപ്പെട്ട ശേഷവും നോഹയുടെ മകന്റെ വംശപരമ്പര്യത്തിൽ നോഹയുടെ മകനെ ചേർത്തു. അപ്പോൾ ഇവിടെ ശപിച്ചത് കൊണ്ടാണ് എന്ന് ചിലർ പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് തെറ്റിപ്പോയി. അല്ല, ശപിച്ചിരുന്നാലും ആദാമിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ ആദാമിന്റെ വംശപരമ്പരയിൽ വരണം. അവിടെ വന്നിട്ടില്ല. ഒരു വചന തെളിവ് യൂദയുടെ ലേഖനത്തിൽ ഒരു വചന തെളിവ്. ഇനി രണ്ടോ മൂന്നോ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പിക്കാമെന്നാണ് ബൈബിൾ. ലൂക്കോസ് വിശേഷം 3-ാമത്തെ അധ്യായം 31, ഏറ്റവും ലാസ്റ്റ് ലൂക്കോസ് വിശേഷം. അവിടെ നോക്കിയാൽ ലൂക്കോസ് 3:38. ലൂക്കോസ് 3:38. ആദാം ദൈവത്തിന്റെ മകൻ. അപ്പൊ സേത്തിനെയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. കായിൻ ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ കായിൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു പുരുഷ പ്രജയെ തന്നു. അത് സേത്ത്. സേത്തിനോട് പറയുന്നുണ്ട് ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്നു. അങ്ങനെ ആദാം ദൈവത്തിന്റെ മകനെങ്കിൽ ആദാമിൽ നിന്ന് ജനിച്ചവൻ എന്ത് പറയണം? ദൈവത്തിന്റെ പുത്രൻ. പക്ഷെ കായിനെ പറയുന്നത് സർപ്പസന്തതി എന്നാണ്. അപ്പോ കായിൻ ജനിച്ചത് ആദാമിൽ നിന്നല്ല എന്നതിന്റെ തെളിവാണ് ആദാം ജീവനുള്ളവർക്കൊക്കെയും പിതാവെന്നല്ല, ഹൗവ ജീവനുള്ളവർക്കൊക്കെയും മാതാവല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പറഞ്ഞു വന്നത്. പിന്നെ ഒരു ദിവസം വിശദമായി സംസാരിക്കാമാണ്. അപ്പൊ ഇവിടെ യേശു മക്കൾ ജഡരക്തങ്ങളോട് കൂടിയാണ്ട് ജഡശരീരവും എടുത്ത് ആ ജഡശരീരത്തിൽ ഇവരെ പോലെ രക്തമെടുത്തതിന്റെ കാര്യം ഏദൻ തോട്ടത്തിൽ രക്തത്തിൽ ഇടകലർന്ന പാപം, ആ പാപത്തിന്റെ പരിഹാരം രക്തം ചീന്തണം. അതാണ് ഹാബേൽ അവിടെ ഒരു കുഞ്ഞാടിനെ അറുത്തത്. കുഞ്ഞാട് ഏതാ? കർത്താവായ യേശു ക്രിസ്തു. വരാൻ പോകുന്ന കർത്താവായ യേശു ക്രിസ്തു മകരം ഹാബേലിന് ദൈവസന്തതി, ആദാമിന്റെ സന്തതി. ആദാം ദൈവത്തിന്റെ മകൻ, ആദാമിന്റെ മകൻ ദൈവസന്തതി. അതായത് യോഹന്നാൻ 8:47 യേശു പറയുന്നത് ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങളോ ദൈവസന്തതി അല്ലായികയാൽ കേൾക്കുന്നില്ല. അല്ലായികയാൽ. പുതിയ നിയമസഭയിലെ ദൈവസന്തതിയല്ല. അപ്പൊ രണ്ട് പരമ്പര തന്നെ അവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോ ദൈവസന്തതി അല്ല. അപ്പൊ രക്തത്തിൽ ഇടകലർന്ന പാപത്തെ ചീന്തിക്കളയുന്നതിന് ഹാബേൽ ദൈവത്തിന്റെ വെളിപ്പാട് ലഭിച്ചിട്ടാണ് കുഞ്ഞാടിനെ കൊണ്ടുവന്ന് അറുത്തത്. അവൻ കല്ലെടുത്ത് വെച്ചിടിച്ചറിയും. ആദ്യകാലത്ത് പിച്ചാത്തിയൊന്നുമില്ല. ഇടിക്കുമ്പോൾ ആട് നിലവിളിച്ചിട്ടുണ്ടാവും. കുഞ്ഞാട് ഏത് ഭാഷയെന്ന് അറിയാൻ പറ്റാതെ നിലവിളിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിനെ കാൽവരി ക്രൂശിൽ യാഗമാക്കുന്ന സമയത്ത് യേശുവും വിളിച്ചൊരു അന്യഭാഷ, ഏലി ഏലി ലമ്മ ശബക്താനി, കൂടി നിന്ന് ആർക്കും മനസ്സിലായില്ല. അന്ന് ആ കുഞ്ഞാട് വിളിച്ചതും ആർക്കും മനസ്സിലായിട്ടില്ല. നീ എന്നെ കൈവിടുന്നത് എന്ത്? പാപമില്ലാത്ത ആടാ കുഞ്ഞാട്, അതിനെ കൊല്ലാൻ നോക്കൂ. ഇന്നും ഈ ഭൂമിയിലെ എല്ലാ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ലതാദികൾക്കും ദൈവവുമായി ബന്ധമുണ്ട്. പ്രകൃതിയിലൊരു ക്ഷോഭം വരാൻ പോകുമ്പോൾ അവയെല്ലാം പറന്നു പോകും. പശുവിനെ കെട്ടിയിരിക്കുന്നത് അത് കെട്ട് പൊട്ടിക്കാൻ ശ്രമിക്കും. പക്ഷികൾ, പറവകളെല്ലാം പറന്നു പോകും. അതിന് പാപമില്ല. പാപം മനുഷ്യനേ ഉള്ളൂ. നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചു, രക്തത്താൽ കഴുകപ്പെട്ടു, എല്ലാം ശരിയെങ്കിൽ നമ്മൾ വീണ്ടും പാപം കിടക്കുന്നു. പൗലോസ് പറഞ്ഞില്ലേ, നല്ലത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീയത് ചെയ്തു പോകുന്നു. എന്തോ പാപം എന്റെ മേൽ കിടക്കുന്നു. ഈ പൗലോസ് അപ്പോസ്തലൻ വരുന്ന സമയത്ത് ഒറിജിനൽ സീഡല്ല. അബ്രഹാമിന്റെ സന്തതികൾ പിന്നീട് നമ്മൾ നോക്കാം, മോവാബിൽ, അരാമിലും ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന സമയത്ത് വല്ല പ്രകാരവും നിങ്ങൾ പിന്തിരിഞ്ഞ് ജാതികൾ നിങ്ങളോട് ഇടകലരരുത്, അവരുടെ സ്ത്രീകളെ വിവാഹം കഴിക്കരുത്, നിങ്ങളുടെ സ്ത്രീകളെ അങ്ങോട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാം ചെയ്തു. എന്നിട്ട് അവന്മാർ ചോദിച്ചോ, കുഞ്ഞുങ്ങൾ യഹോവയുടെ ദാനം, ഞങ്ങൾക്ക് കുഞ്ഞ് ലഭിച്ചില്ലേ? മോശയോട് ക്രുതിച്ചു. അവസാനം എല്ലാറ്റിനെയും കൊന്നു. അങ്ങനെ പിന്നീട് മോവാബിൽ, അരാമിയുടെ അതിലൂടെ ഇടകലർന്ന് വന്നു. ഇനി നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായി പറഞ്ഞ യേശു ക്രിസ്തു ജനിച്ച വംശപരമ്പരയത് ദാവീദിന്റെ ഗോത്രത്തില, ദാവീദിന്റെ വംശത്തില, ദാവീദിന്റെ വേരും വംശവും. ദാവീദിന്റെ അമ്മയാര്? ശലോമന്റെ അമ്മയാര് അറിയാമോ? രാഹാബ് വേശ്യ, അമ്മയുടെ അമ്മ. രാഹാബ് വേശ്യ ആര്? ഒരു മിസ്രൈം പെണ്ണ. എന്റെ ആലയത്തിൽ പോലും കിടക്കില്ല എന്ന് പറഞ്ഞ് കർത്താവ് ശപിച്ച് ദൂരെ എറിഞ്ഞ മോവാബ് സ്ത്രീ അവിടെ നിന്നാണ്. ആ രൂത്തിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അറിയാം. അങ്ങനെയുള്ള ഒരു പാപി, അത് ദൈവത്തിന്റെ കൃപയാണത്. അതാണ് നമ്മൾ. ഒരു യോഗ്യതയില്ലാത്ത നമ്മെ ശപിച്ച് പുറത്താക്കിയിരുന്നെന്ന് യേശു നമുക്ക് വന്നിട്ട്, അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ സഭയെ പഠിപ്പിച്ചു. യാക്കോബിനെ ഏശാവിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന് നേരെ നിർത്തി.
അവൻ എങ്ങനെ അനുഗ്രഹിച്ചത്? കൈ പണച്ചു വെച്ച. ഇതാണ് ക്രോസ്. ക്രൂശിൽ നമുക്ക് വന്ന രക്ഷ. യഹൂദന് വേണ്ടിയിട്ട് ബ്ലസ് ചെയ്യാൻ വന്ന കർത്താവ് ജാതികളെ ബ്ലസ് ചെയ്തു, അവരെ അടക്കി അന്ധരാക്കി വെച്ചു. ഇതുപോലെ തന്നെയാണ് ജോസഫിന്റെ മക്കളെ അനുഗ്രഹിക്കുന്ന സമയത്ത് യാക്കോബ് വന്നപ്പോഴത്തേക്കും മനശ്ശെയും അല്ലേ ബെന്യാമിനെ മുമ്പേ കൊണ്ട് നിർത്തി, അവിടെയും കൈ പണച്ചാ വെച്ചത്. ജോസഫ് ആർക്ക് മുൻകുറി? യേശു ക്രിസ്തുവിന് മുൻകുറി. ജോസഫ് യേശു ക്രിസ്തുവിന് മുൻകുറി ആണെങ്കിൽ ജോസഫ് എവിടെ നിന്ന് വിവാഹം കഴിച്ചു? മിസ്രയീം പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, ജാതിയിൽപ്പെട്ട. അവർ കൊട്ടാരത്തിൽ നിൽക്കുമ്പോഴാണ് അവന്റെ ജനം യഹൂദന്മാർ അവിടെ വരുന്നത്, കുത്തിയവങ്കിലേക്ക് നോക്കി നിലവിളിക്കുന്നതുമെല്ലാം. ഓക്കെ, അങ്ങനെ നമുക്ക് ലഭിച്ച രക്ഷ. ഓക്കെ, അപ്പം യഹോവയായ ദൈവം തന്റെ ജനം തെറ്റ് ചെയ്തപ്പോൾ സ്വന്തമായവരിലേക്ക് വന്നു. 2-3 പേര് അവിടെ ഇല്ല. ഒരുവൻ, അതാ യോഹന്നാൻ അത് പറഞ്ഞപ്പോഴേ ഇങ്ങോട്ട് പോയത്, അവൻ ആത്മവ്യവസ്ഥയിലാകാൻ കാരണം അവൻ ഇവിടെ കണ്ട യേശു എന്ന വ്യക്തി ഇവിടെ നിന്നപ്പോൾ മനുഷ്യ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സാധാരണ ഒരു ക്രിസ്തു വിശ്വാസിക്ക് മോഡലായിട്ടാണ് യേശു ജീവിച്ചത്. അപ്പൊ ക്രിസ്തു വിശ്വാസിക്ക് ഒരു ദൈവമുണ്ട്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. നമുക്കൊരു കഷ്ടത വന്നാൽ ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ജീവിക്കണം, ഒരു പ്രതികൂലം വരുമ്പോൾ ശക്തിയോടെ എങ്ങനെ ശാസിക്കണം, ഉപദ്രവിക്കണം, അല്ലെങ്കിൽ അതിനെ വിടിവിക്കണം, എങ്ങനെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കണം, അങ്ങനെ ജീവിച്ചിരുന്ന് യേശു ക്രിസ്തു ദൈവത്തിൽ വിശ്വസിച്ചാൽ മരിച്ചാലും ജീവിക്കുമെന്ന് കാണിച്ചു തരുന്നതിന് വരെ മരണം വരെയും യേശു ക്രിസ്തു ഒരു ക്രിസ്തു വിശ്വാസിക്ക് മോഡൽ. അപ്പോൾ ഒരു ക്രിസ്തു വിശ്വാസിക്ക് ദൈവമുണ്ട്, യഹോവയായ ദൈവം. അതാ യേശു കാണിച്ചു തന്ന മോഡൽ. മനുഷ്യനായി വേഷത്തിൽ വിളങ്ങി, അതുകൊണ്ട് കണ്ണുനീർ വാർത്തത് മനുഷ്യനായിരുന്നു, പക്ഷേ നമുക്കൊരു റോൾ മോഡൽ. അപ്പൊ ഇവിടെ സ്വന്തത്തിലേക്ക് വന്നതാരാ? യേശു എന്ന ശരീരമല്ല വന്നത്, സ്വന്തമെന്ന് തെരഞ്ഞെടുത്ത യഹോവയായ ദൈവം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ തള്ളിക്കളഞ്ഞു. അപ്പൊ ജഡത്തിൽ ചെയ്ത പാപത്തിന്റെ ശിക്ഷ പാപം വഹിക്കണം. 1 പത്രോസ് 2:24 വായിച്ചാൽ അവിടെയുണ്ട്, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു എന്നാണ്. ആത്മാവാണ് ദൈവം, ദൈവത്തിന് പാപം വഹിക്കാൻ കഴിയില്ല. 1 പത്രോസ് 2:24. നോക്കൂ, അവൻ തന്റെ ശരീരത്തിൽ അവന്റെ അടിപ്പിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കും. അപ്പോ ഈ അവനാരാ? ദൈവം. ആത്മാവായ ദൈവം കന്യകയിൽ നിന്ന് ഒരു ജഡശരീരം എടുത്തിട്ട് ആ ജഡശരീരത്തിലേക്കാണ് വന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 5:19-30 യേശു പറയുന്നത്, പിതാവ് സംസാരിക്കുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും സംസാരിക്കുന്നില്ല. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രനാരാ? ശരീരം. ദൈവം തന്റെ വചനത്താൽ ഉരുവാക്കിയ ശരീരം. ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം മറിയോട് പറഞ്ഞു, അങ്ങയുടെ ദാസി, ഇതാ അങ്ങയുടെ ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. അപ്പം ദൈവത്തിന്റെ വചനത്താൽ ഉളവായ ഒരു ശരീരമാണ് ദൈവത്തിന്റെ പുത്രൻ. ഈ പുത്രൻ എന്ന് പറയുമ്പോൾ അകത്തെ ആത്മാവാ. അകത്തെ ആത്മാവ് വഴി നടത്തുന്ന ഏവനുമാണ് ദൈവത്തിന്റെ മക്കൾ, പുത്രൻ. അതുകൊണ്ടാണ് യേശു സാധാരണ ഒരു ക്രിസ്തു വിശ്വാസി സ്നാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് വന്നാൽ ആ വന്നവനെ ദൈവം പുത്രനായിട്ട് കാണുന്നു എന്നതിന്റെ അടയാളമാണ് യേശു സ്നാനമേറ്റപ്പോൾ ദൈവത്തിന്റെ അറ്റസ്റ്റ്, ഇവൻ എന്റെ പ്രിയപുത്രൻ. അടുത്തത്, യവനിൽ ഞാൻ പ്രസാദിക്കുന്നു എന്നാണ്. അത് തെറ്റാണ്. ഒറിജിനൽ ബൈബിൾ ഗ്രീക്കിലും എല്ലാറ്റിലും ഇവനിൽ വസിപ്പാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ്. അപ്പോ കറക്റ്റ് വിശ്വാസം, നമ്മൾ സ്നാനം അറിയാം, കർത്താവായ യേശു ക്രിസ്തു. അതുപോലെ ഇതാണ് മെയിൻ. ഈ പാപങ്ങളുടെ മോചനത്തിന് മത്തായി 1:21 കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവിടെ പറയുന്നത്, ഗബ്രിയേൽ ദൂതൻ വന്ന് പറയാണ്, മത്തായി 1:21, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ, സ്വന്തമായവർ, തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ അല്ലെങ്കിൽ മോചിപ്പാൻ ഇരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. അപ്പൊ പേര് യേശു എന്നിട്ടത് എന്തുകൊണ്ട്? പാപമോചനത്തിന്. അപ്പൊ പഴയ നിയമകാലത്ത് ഒരു നാമവും പറഞ്ഞിട്ടല്ല പാപമോചനം. പുതിയ നിയമസഭയിൽ വരുമ്പോൾ ഒരിക്കലായി എന്നേക്കുമായി എന്റെ പാപങ്ങളെ വഹിച്ചത്, ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ പാപമോചന യാഗം അർപ്പിച്ചത് ഒരുവൻ, കർത്താവായ യേശു ക്രിസ്തു. ഇനി ഏതൊരു ക്രിസ്തു വിശ്വാസിയും പുതിയ നിയമസഭയിലേക്ക്, ദൈവസഭയിലേക്ക് കടക്കണമെങ്കിൽ അവിടെ ഒരു വാതിലുണ്ട്, അത് ഇടുക്കുവാതിലാണ്. ഒരു നാമമുണ്ട്, നമ്മൾ നേരത്തെ വായിച്ചു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ തന്നെ ന്യായവിധി വന്നു കഴിഞ്ഞു. അപ്പൊ ആ നാമം തന്നത് തന്നെ ഭൂമിയിൽ ഏതൊരു വ്യക്തിയുടെയും പാപമോചനത്തിന് ഒറ്റ നാമം, കർത്താവായ യേശു ക്രിസ്തു. അപ്പോസ്തലർ 10:43 പറയുന്നുണ്ട്. അപ്പൊ യേശു ക്രിസ്തു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അപ്പൊ ഈ ശരീരത്തിൽ വന്നത് മനുഷ്യൻ ചെയ്ത പാപത്തെ വഹിക്കണം, പാപത്തിന്റെ ശിക്ഷ ഏൽക്കണം, പാപത്തിന്റെ ശമ്പളമായ മരണം ഭരിക്കണം. യേശു ക്രിസ്തു മരിച്ചോ? യേശു ക്രിസ്തു മരിച്ചോ? മരിച്ചില്ല.
ഞങ്ങൾ പഠിപ്പിക്കുന്ന മരിച്ചില്ല എന്നാണ്. വചനം തരാം. യേശു ദൈവമല്ലേ, നമുക്ക് എല്ലാവർക്കും ദൈവമാണ്, ദൈവത്തിന് മരിക്കാൻ പറ്റുമോ? അപ്പൊ എന്താ മരിച്ചത്? ഇതാണ് സഭകളിൽ പഠിപ്പിക്കേണ്ടത്. മരിച്ചത് ശരീരമാണ് മരിച്ചത്, നിർജീവം. അത് ലൂക്കോസ് സുവിശേഷത്തിൽ കർത്താവിന്റെ ക്രൂശിൽ കഴിയുമ്പോൾ അവന്റെ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി കല്ലറയിൽ വെച്ചു. ശരീരം. അതിനു മുമ്പേ കർത്താവ് പുറത്തു പോയി. ഇന്ന് മരണം എന്ന് പറയുന്നത് എന്താ? ഞാൻ ഉദാഹരണം, ഒരു വേലപ്പൻ എന്നൊരാള്, മരണം എന്ന് പറഞ്ഞാൽ വേലപ്പൻ എന്ന അകത്തെ മനുഷ്യൻ, ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നിർജീവമാകുന്നത് ശരീരമാണ്, മരിക്കുന്നത് ശരീരമാണ്. ഇനി ആ സമയത്ത് യേശു മരിച്ചു എന്ന് പറഞ്ഞാൽ വചനം തെറ്റായിപ്പോ. എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം എടുത്ത്, യേശുവിന്റെ ശരീരം ക്രൂശിൽ കിടക്കുന്ന സമയത്ത് യേശു എന്തൊക്കെ ചെയ്തു നോക്കൂ. യേശു മരിച്ചു എന്ന് പറയാൻ നമ്മൾ വിശ്വസിക്കുക. എങ്ങനെ മരിക്കും? പാപത്തിന്റെ ശമ്പളമായ ഒരു മരണം സംഭവിച്ചു. പക്ഷെ യേശു ക്രിസ്തു എന്ന ആത്മാവിന് മരിക്കാൻ പറ്റില്ല. ആ സമയത്ത് എന്ത് ചെയ്തു? എഫേസ്യ ലേഖനം 4:8 നോക്കൂ. എഫേസ്യർ 4:8. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. ഇനി വേറൊരിടത്ത് പറയുന്നത് പത്രോസ് 1:4-19 നോഹയുടെ കാലത്ത് സുവിശേഷം അറിയിച്ചിട്ട് അനുസരണം കെട്ടവരോട് സുവിശേഷം അറിയിക്കാൻ പോയി യേശു. ശരീരം കല്ലറയിൽ ഇരിക്കുന്ന സമയത്ത്, ക്രൂശിൽ നിന്ന് ഇറക്കി കല്ലറയിൽ വെക്കുന്ന സമയത്ത് നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവരോട് സുവിശേഷം അറിയിക്കാൻ പോയി. അതാ യേശു ക്രിസ്തു. അത് ആത്മാവാണ്, അതാണ് ദൈവം. ആ ശരീരം, കന്യകൾ നിർത്ത ശരീരം, അവൻ തന്നെ മന്ദിരം, ശരീരമാണ്. ആ ശരീരത്തിൽ നിന്ന് ഞാൻ നോക്കൂ, ലോകത്ത് ഏതെങ്കിലും വ്യക്തിക്ക് പ്രാണനെ കൊടുക്കുവാനും തിരികെ പ്രവേശിക്കുവാനും കഴിയുമോ? ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇങ്ങനെ കൊടുക്കാനും തിരികെ പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പറയണമെങ്കിൽ അവൻ ആരായിരിക്കണം? ഇനി യേശു ക്രിസ്തു രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നു. നഥനേലിന്റെ കാര്യം അറിയാമല്ലോ. ഫിലിപ്പോസ് എന്ന് നഥനേലിനെ വിളിച്ചോണ്ട് വന്നപ്പോ, അത് യോഹന്ന സുവിശേഷത്തിലുണ്ട്. നഥനേലിനെ വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് അവനെ കണ്ട്, ഇത് ജസ്റ്റ് കേക്ക്, നഥനേലിനെ കണ്ടപ്പോ യേശു പറയുന്ന ഒരു അറ്റസ്റ്റേഷനാണ്. സമയമായോ? 8:05. അല്പം സമയം, 1 മിനിറ്റ്. എല്ലാവരും വീടുകളിൽ തന്നെ അല്ല, അല്പസമയം കൂടെ ഉണ്ട്. ഇതാ നോക്കൂ, ഓരോ വാക്ക് ശ്രദ്ധിക്കണം. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, അടുത്ത് ഇവനിൽ കപടമില്ല. യേശുവാ പറയുന്നത്, നഥനേൽ കള്ളം പറയില്ല എന്ന്. അടുത്തവൻ ചോദിക്കുകയാണ്, നീ എന്നെ എപ്പോൾ അറിയും? അവൻ പറഞ്ഞു, നീ അത്തിയുടെ മൂട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ അറിയും. എന്താ അത്തി? അത്തി എന്നല്ല പറഞ്ഞത്, അത്തി എന്ന് മാത്രമല്ല, അത്തിയുടെ മൂട്ടിൽ. അത്തിയുടെ മൂട് ഏതാണ്? അത്തി എന്ന് വെച്ചാൽ യഹൂദൻ. യഹൂദന്റെ മൂട് എവിടെയാണ്? അബ്രഹാമിന്റെ വംശപരമ്പരയാണ്, മക്കളാണ്. അവൻ അബ്രഹാമിൽ ഇരിക്കുമ്പോഴേ ഞാൻ അറിയാം. അബ്രഹാം എവിടെ ഇരുന്നു? ആദാമിലിരുന്നു. ആദാം എവിടെയായിരുന്നു? ക്രിസ്തുവിലായിരുന്നു. നീ എന്നിലിരിക്കുമ്പോഴേ എനിക്ക് നിന്നെ അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത അവൻ ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഇസ്രായേലിന്റെ രാജാവ്, നീ ഇതിൽ വലുതും കാണും. അവൻ കള്ളം പറയില്ലെന്നാ. ഇസ്രായേലിന്റെ രാജാവ്, സൈന്യങ്ങളുടെ യഹോവ ആര്? ഒരുവനേ ഉള്ളൂ, കർത്താവ്, ദൈവം. നഥനേൽ കള്ളം പറയില്ല, സാക്ഷാൽ ഇസ്രായേലിൻ, അവനിൽ കപടമില്ല. അവൻ ആത്മാവിൽ കണ്ടിട്ടാണ് പറയുന്നത്. യേശു പറഞ്ഞു, നീ അത്തിയുടെ മൂട്ടിലിരിക്കുമ്പോഴേ ഞാൻ അറിയുന്നത്. ഏതോ അത്തിയുടെ വീട്ടിൽ കാറ്റ് കൊള്ളാനിരുന്നവനല്ല. അത്തിയുടെ മൂട് അബ്രഹാം മുതൽ തിരിഞ്ഞു പോയ ആദാം ക്രിസ്തുവിലായിരുന്നു. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നാം ക്രിസ്തുവിലല്ലേ നമ്മെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത്. ആ കർത്താവിൽ നീ ഇരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. അതാണ് അവന്റെ വെളിപ്പാട്. നീ ഇസ്രായേലിന്റെ രാജാവ്, നീ ഇതിൽ അധികവും കാണും. ഇതുപോലെ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ സമയത്ത് കയ്യഫാവ് ചോദിച്ചു, 2-3 അധ്യായങ്ങൾ കിടപ്പുണ്ട്, നീ ഇസ്രായേലിന്റെ രാജാവോ? യേശു പറഞ്ഞു, ഞാനല്ല, എന്റെ പിതാവാണ് എന്നല്ല യേശു പറഞ്ഞത്. അതെ, ഞാൻ ആകുന്നു. യേശു കള്ളം പറഞ്ഞതാ. ഞാന് പെന്തക്കോസ്ത് വിട്ടിട്ട് ഈ സഭയിൽ വന്ന ശേഷമാണ് ഈ വില്യം മരിയം ബ്രങ്ഹാം എന്ന വ്യക്തിയിലൂടെ ഇതെല്ലാം ബൈബിളിൽ കിടക്കുന്നത്. നമുക്കാരും കാണിച്ചു തരുന്നില്ല, പറഞ്ഞാൽ നമ്മൾ അതിന്റെ തലയ്ക്ക് മുകളിൽ കൂടെ പോകുന്നു. അതിന്റെ ആത്മീയ അർത്ഥങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞാൽ യേശു കള്ളം പറഞ്ഞതല്ല. നീ ഇസ്രായേലിന്റെ രാജ, അതെ ഞാൻ ആകുന്നു. ഇപ്പൊ നമ്മൾ വായിച്ച വെളിപ്പാട് പുസ്തകം, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. യെശയ്യാ പ്രവാചകൻ 44:6 വായിച്ചു നോക്കുക. ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ, ഞാൻ ആദ്യനും അന്ത്യനും, മറ്റൊരുത്തനും ഇല്ല. സൈന്യങ്ങളുടെ യഹോവ, ഞാനാകുന്നു ആദ്യനും. അത് തന്നെയാണ് യേശു ഇവിടെ പറഞ്ഞത്. അതിലേക്കാണ് വരുന്നത്. അപ്പൊ ഇത് പറയാം. അപ്പൊ ജഡം എടുത്തത് മക്കൾ, ജഡത്തിനും കൂടെ ആയതുകൊണ്ട് പിതാവായ ദൈവം ജഡശരീരം എടുത്തു. പാപം വഹിക്കണം, പാപത്തിന് ശിക്ഷ ഏൽക്കണം, പാപത്തിന് ശമ്പളം മരണം വരിക്കണം. പാപപരിഹാര മാർഗം എന്താണോ പാപം, ആ രക്തത്തെ ചിന്തിക്കളയണം. പിന്നെയോ പാപത്തിന്റെ ശമ്പളമായ മരണം വരിക്കണം, മരിച്ച് ഉയർത്തെഴുന്നേൽക്കണം. ഇത് മുഴുവൻ ദൈവം നമുക്ക് ഭൂമിയിൽ വന്നു. അത് 1 തിമോത്തി 3:16 വായിച്ചാൽ അവിടെ ഉണ്ട്, ഗോഡ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ് എന്ന. മലയാളത്തില് അവൻ എന്നാണ്, ദൈവം എന്നല്ല. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു എന്നാണ് 1 തിമോത്തി 3:16. നമ്മളെല്ലാ ബൈബിളിൽ അവൻ എന്നാണ് കൊടുത്തത്. അപ്പൊ നമുക്ക് അതൊന്നും അറിയാൻ പറ്റില്ല. അവൻ ദൂതന്മാരുടെ പ്രത്യക്ഷപ്പെട്ടു,
തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. ഗോഡ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ്. ഫ്ലഷ് ജഡം, ജഡത്തിൽ വെളിപ്പെട്ടത്. 1 തിമോത്തി 3:16. അവൻ ജഡത്തിൽ, അവൻ എന്നാണ് അതിന്റെ റിയൽ ബൈബിളിൽ ഓടുന്നത്. ഗോഡ് മാനിഫെസ്റ്റ്, ദൈവം ജഡത്തിൽ, ജഡം വെച്ച ശരീരം, കന്യകയിൽ നടന്ന ആ ശരീരത്തിൽ വന്ന ആര്? ദൈവം. അതുകൊണ്ടാണ് പുത്രൻ പറഞ്ഞത്, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുന്നില്ല, കഴിയില്ല എന്നുകൊണ്ട്. അപ്പൊ യേശുവിന് കഴിയില്ല എന്നല്ലല്ലോ. പുത്രൻ വെച്ചാൽ തന്റെ വചനത്താൽ ഉരുവാക്കിയ ശരീരം. ഈ ശരീരം ജഡരക്തങ്ങളോടുകൂടി വന്നത് മക്കൾ ജഡരക്തങ്ങളോടുകൂടി ആയതുകൊണ്ട്. അപ്പം പാപം വഹിച്ചു ഒരു ക്രിസ്തു വിശ്വാസി പാപസംബന്ധമായി അല്ലെങ്കിൽ ഉപദ്രവമേറ്റ് മരിച്ചാലും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന റോൾ മോഡലായി യേശു കാണിച്ചു തന്നത്. അപ്പോൾ ഇതിലേക്ക് വരാം, അത് പിശേരി കുറിച്ച് സമയം ആയപ്പോൾ. അപ്പൊ ഇവിടെ യോഹന്നാൻ ഞാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെയായി, ഞാൻ അവന്റെ കാൽക്കൽ വീണു. ഇതിലൂടെ നമ്മൾ അങ്ങോട്ട് പോയത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇവിടെ കണ്ട കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ അവിടെ കണ്ടപ്പോൾ തലയിൽ പഞ്ഞി പോലത്തെ മുടി, മുഖം സൂര്യനെ പോലെ, കാൽ തീത്തൂണ് പോലെ, അങ്ങനെ ഒരുവനേ ഉള്ളൂ നമ്മുടെ കർത്താവായ ദൈവം. ഈ യേശു ക്രിസ്തു എന്ന് യവൻ ഇവിടെ കണ്ട വ്യക്തി, അവിടെ സിംഹാസനം ഒന്നും സിംഹാസനത്തിൽ ഒരുവനും. അവൻ ആത്മവിവശതയിലായപ്പോൾ, അങ്ങനെയെങ്കിൽ ഇന്നും ഭൂമിയിലെ ഏതൊരു വ്യക്തിക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പിൻ എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം തരുമെന്ന് ദൈവം പറഞ്ഞാൽ അങ്ങനെ ഹൃദയത്തിനകത്ത് വരുന്നതാണ്. പുറമേ വരും, സുവിശേഷം കേൾക്കും, അവരുടെ മേൽ വന്നു എന്നുണ്ട്, കേൾക്കുമ്പോൾ അഭിഷേകം വരാം. പക്ഷെ ഹൃദയത്തിൽ വന്ന് വസിക്കണമെങ്കിൽ പാപമോചനത്തിനുള്ള നാമം ഉപയോഗിക്കണം. വചനം പ്രമാണിച്ചനുസരിക്കുമ്പോൾ ഹൃദയത്തിൽ വരികയും അവന് വെളിപ്പെടും, യോഹന്നാന് വെളിപ്പെട്ടതുപോലെ ആത്മാവിൽ അവൻ ആരാണെന്ന്, മരിച്ചവനെ പോലെയായി. അപ്പോൾ അവന്റെ കാൽക്കൽ ഞാൻ വീണു. വെളിപ്പാട് ദിവസം 1 പറഞ്ഞത്, അവൻ ആൽഫയും, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, ഞാൻ ആൽഫയും ഓമേഗയും, അതായത് ആദ്യനും അന്ത്യനും ഞാൻ തന്നെ. ഇതാണ് യെശയ്യാപ്രവാചകൻ 44:6 പറഞ്ഞത്. ഇസ്രായേലെ കേൾക്ക, ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ ഞാനാകുന്നു, ആദ്യനും അന്ത്യനും, എന്നെ പോലെ മറ്റൊരുത്തനുമില്ല. യെശയ്യാപ്രവാചകൻ 43:11 പറയുന്നു, എനിക്ക് മുമ്പായി ഒരുവനില്ല, എനിക്ക് പിൻപായി ഒരുവനില്ല, എനിക്ക് സമനായും ആരുമില്ല, ഞാൻ മറ്റൊരുത്തനെയും അറിയുന്നില്ല. അപ്പൊ നിങ്ങൾ എന്റെ വചനം പ്രമാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഭർത്താവാകെ. ഞാൻ ക്ലോസ് ചെയ്യാണ്. അപ്പൊ യഹോവ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ ഭർത്താവാകും, ഞാൻ പിതാവാകും, ഞാൻ ദൈവമാകും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇന്ന് വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്ന ഇസ്രായേലിന്റെയും കർത്താവായ യേശു ക്രിസ്തു. 2 ഭർത്താവ് ഉണ്ടെങ്കിൽ വ്യഭിചാരി എന്ന് പറയും. അപ്പൊ ആത്മാവായ ദൈവം ജഡശരീരത്തിൽ വന്നു, ആ ശരീരത്തെ സ്വർഗ്ഗിടങ്ങളിലാക്കിയിട്ട് കർത്താവ് വീണ്ടും ദൈവസിംഹാസനം. അതാണ് ഇനി ക്രൂശിലെ കള്ളൻ. ഇതൊരു വിഷയം കൂടെ. ക്രൂശിലെ കള്ളന് വെളിപ്പാടുണ്ടായിരുന്നു. ഇന്നത്തെ പള്ളിക്കാർക്ക് ഇല്ലെന്നാ നമ്മൾ പഠിപ്പിക്കുന്നത്, ശരി തന്നെയാണ്. ക്രൂശിലെ കള്ളൻ, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിൽ ഉണ്ടാകുമെന്ന് പറയാൻ കാരണം എന്താ? ഏതെങ്കിലും പള്ളിക്കാർക്ക് ചോദിച്ചു നോക്കും, ഞാൻ പറഞ്ഞുതരാം. അവനൊരു കാര്യം പറയാണ്. ക്രൂശിലെ കള്ളൻ ഒരുവൻ ദുഷിക്കുകയാണ്. അപ്പൊ മറ്റവൻ പറയാണ്, സമശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അവൻ നാം അനുഭവിച്ചതിനല്ലേ, നാം ന്യായമായും പ്രവർത്തിച്ചതിന് ഫലം ലഭിക്കുന്നു. അവൻ പശ്ചാത്താപിക്കുന്നു, മാനസാന്തരപ്പെടുന്നു, അവന്റെ പാപത്തെ ഏറ്റുപറയുന്നു, അടുത്ത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കട്ടെ. ഇതല്ലേ നമ്മുടെ രക്ഷ. അവൻ പറയാണ്, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ക്രൂശി കിടക്കുന്നവൻ മറിയയുടെ പുത്രനല്ല, ഇസ്രായേലിന്റെ രാജാവ്, സൈന്യങ്ങളുടെ യഹോവ ഒരുവനേ ഉള്ളൂ. നീ ഇവിടെ വേഷം കെട്ടി വേഷത്തിൽ മനുഷ്യനായി ഇവിടെ വന്ന് പാപപരിഹാര മാർഗം ഒരുക്കിയിട്ട് നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ, ഈ യേശു ക്രിസ്തു മരിച്ച് തിരികെ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് വെച്ചാൽ യേശുവിനെ അവൻ ദൈവവും കർത്താവും രക്ഷിതാവുമായി ഏൽക്കുകയാണ്. ഒരൊറ്റ നിമിഷം കർത്താവിന്റെ ഹൃദയത്തെ കണ്ടു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. യഥാർത്ഥത്തിൽ സ്നാനപ്പെട്ടത് അവനാ. ഭൂമിയിൽ യേശു ക്രിസ്തു കഴിഞ്ഞ ശേഷം ഏറ്റവും അധികം കറക്റ്റ് വെളിപ്പാടിൽ സ്നാനപ്പെട്ടത് അവനാണ്. സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? യേശുവിന്റെ ക്രൂശ്, മരണ, അടക്ക, പുനരുദ്ധാനമാണ് സ്നാനം. അതിന്റെ നല്ല മനസാക്ഷിക്കാണ് ഞാനും പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ഞാൻ പാപസംബന്ധമായി ഈ ശരീരത്തിൽ മരിക്കുകയും മരിച്ച എന്നെ അടക്കുന്നത് ജലത്തിലൂടെ അടക്കുന്നു, നിവർന്നു വരുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ. നോക്കൂ, അവൻ ഇത് ഏറ്റു പറഞ്ഞ ശേഷം യേശു മരിച്ചു, അവനും മരിച്ചു. യേശുവിനെ അടക്കി, യവനെ അടക്കി. യേശു ഉയർത്തെഴുന്നേറ്റു, യവനെ ഉയർപ്പിച്ചു, സ്വർഗ്ഗിടങ്ങളിലേക്ക് കൊണ്ടുപോയി. യഥാർത്ഥ സ്നാനം അവനാണ് ചെയ്തത്. ക്രൂശിലെ കള്ളൻ. നമ്മൾ പാപപരിഹാരമായി പ്രതീകാത്മക സ്നാനമാണ് ഏൽക്കുന്നത്. ഒറ്റ നാമമേ ഉള്ളൂ പാപം മോചിക്കാനും, ഒരു നാമമേ ഉള്ളൂ, ഒരു വ്യക്തിയേ ഉള്ളൂ, അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു, ഇസ്രായേലിന്റെ രാജാവ്. അപ്പോൾ ഇവിടെ നിർത്തുന്നു. യോഹന്നാൻ ആത്മവശനായി അവനെ കണ്ട് മരിച്ചവനെ പോയി ആകാനുള്ള കാരണം, അവൻ അതുവരെയും വിചാരിച്ചിരുന്ന ആ മനുഷ്യപുത്രൻ എന്ന ആ കർത്താവ് തന്നെ ദൈവവും കർത്താവുമായിരിക്കുന്നു. അത് കണ്ടിട്ടാണ് അവൻ ആത്മവിവശനായത്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.
കരുണയുള്ള കർത്താവെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം മുതൽ കർത്താവ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ആത്മീക മർമ്മങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ ഇന്ന് പുതിയതായിട്ട് അവർ വന്നതുകൊണ്ട് കർത്താവ് ഞങ്ങൾ പഴയതിലേക്ക് പോയി. എങ്കിലും കർത്താവെ, എമ്മാവൂസിലേക്ക് പോയവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നത് പോലെ പലപ്പോഴും അവരുടെയും ഹൃദയം കത്തിയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് കൂടുതൽ മർമ്മങ്ങളെ, സത്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുക. അങ്ങ് വെളിപ്പെടുത്തിയിട്ടല്ലാതെ ആർക്കും ഒന്നും ലഭിക്കുകയില്ല. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവർ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യണമെങ്കിൽ പറയാം. കർത്താവെ, അങ്ങ് അത് ഗ്രഹിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും വചനം പല പ്രദേശങ്ങളിൽ വരുന്ന വചനം ഗ്രഹിച്ച് ഓരോരുത്തരെയും കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമ മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ആശീർവാദം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും സന്തോഷവും സ്നേഹവും കൂട്ടായ്മയും കർത്താവിന്റെ വരവ് വരെയും നമ്മൾ എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. എൻ്റെ വാട്സപ്പ് നമ്പർ പറയാം: 9809150386. ഇത് കൂടുതൽ ആർക്കും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിളിക്കുക, വാട്സപ്പിൽ വരിക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.